Hi all, welcome to today's Wednesday Service Game Development section. The section is handled by Sabal Krishna sir and the section is organized by IEDC Bootcamp. Over to you, sir. Sir, class start ചെയ്യാം. ഓക്കെ. ഓഡിബിൾ അല്ലേ ഞാൻ? ആ, ഹലോ, കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ പേര് സബൽ കൃഷ്ണ എന്നാണ്. ഞാൻ കറൻ്റ്ലി അൺറിയൽ എഞ്ചിൻ ഡെവലപ്പറായിട്ട് വർക്ക് ചെയ്യാണ് ടിൽറ്റ് ലാബ്സ് എന്ന കമ്പനിയിൽ. സോ ബേസിക്കലി ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഗെയിം ഡെവലപ്മെൻറ്റ് ഏരിയയിലേക്ക് വന്നത്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ ഏരിയയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ, കേരള ആയാലും ഇന്ത്യ ആയാലും എന്താണ് ഇതിൻ്റെ ഒരു സ്കോപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പലർക്കും അറിയത്തില്ല ഇതിൽ എന്താണ് സ്കോപ്പ് ഉള്ളത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു ഡൗട്ടുള്ള ഒരു വൺ ഓഫ് ദി സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാനും ആക്ച്വലി. സോ ബേസിക്കലി എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ ആക്ച്വലി മെയിലാണ് പാസ് ഔട്ട് ആവുന്നത്. ഐ വാസ് എ സ്റ്റുഡൻറ് ലൈക്ക് 2 months അഗോ ബേസിക്കലി. ഇപ്പോൾ ജോലിക്ക് കയറിയതേ ഉള്ളൂ. ആൻഡ് മ്യൂലേൺ എന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, അത് നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങളുടെ കോളേജിലും ഉണ്ട്. സോ മ്യൂലേണിലായിരുന്നു ഞാൻ ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ മ്യൂലേണിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഐ വാസ് ലൈക്ക് റിയലി ഇൻട്രസ്റ്റഡ് ഇൻ ഗെയിമിംഗ് ആൻഡ് എവറിത്തിങ് റിലേറ്റഡ് ടു ദാറ്റ് ഏരിയ. സോ ഐ പ്ലേഡ് എ ലോട്ട് ഓഫ് ഗെയിംസ്, PC ഗെയിംസ് ആയാലും മൊബൈൽ ഗെയിംസ് ആയാലും. ഫ്രം മൈ ചൈൽഡ്ഹുഡ് ഐ തിങ്ക് ഐ യൂസ് ടു പ്ലേ ലോട്ട് ഓഫ് ഗെയിംസ്. സോ ഗെയിംസ് കളിച്ച് കളിച്ച് ലൈക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആയിരുന്നു ഗെയിം കളിക്കുക, വീഡിയോ ഗെയിംസ് കളിക്കുക എന്നുള്ളത്. ആൻഡ് ലേറ്റർ ഓൺ ലൈക്ക് ഐ സ്റ്റാർട്ടഡ് ടു തിങ്ക് ഹൗ ദീസ് ആർ മെയ്ഡ്, എങ്ങനെയാണ് ആക്ച്വലി ഇതെല്ലാം അവർ ബിൽഡ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ ഓരോ കീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്യാരക്ടർ അങ്ങോട്ട് നീങ്ങുന്നു, ലൈക്ക് ജമ്പ് ചെയ്യുന്നു, ഫ്ലൈ ചെയ്യുന്നു, ലൈക്ക് ഓരോ സ്പെഷ്യൽ പവേഴ്സ്, ഇതെല്ലാം എങ്ങനെയാണ് ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഈ മെക്കാനിക്സ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വേൾഡ് ഒക്കെ ഇവർ ഡിസൈൻ ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആക്ച്വലി ലൈക്ക് മെയ്ഡ് മീ, എന്താ പറയുക, എനിക്ക് കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി. സോ ഐ സ്റ്റാർട്ടഡ് ലൈക്ക് സീയിങ് സോ മെനി യൂട്യൂബ് വീഡിയോസ് അബൌട്ട് ദിസ്, എങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യും, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ തേടി തപ്പി ഒക്കെ ഞാൻ കണ്ടുപിടിച്ചു, കുറേയൊക്കെ സെൽഫ് ലേൺ ചെയ്തു. ആൻഡ് അറ്റ് ദാറ്റ് ടൈം ഐ തിങ്ക് ഐ വാസ് ഇൻ 10th or 11th സ്റ്റാൻഡേർഡ്, ആ ടൈമിലായിരുന്നു. പക്ഷേ അവിടെ വെച്ചാണ് ആക്ച്വലി ലൈക്ക് ഐ ഫേസ് ബ്ലോക്കർ എന്ന് പറയുന്നത്. ഐ റിയലൈസ് ദാറ്റ് ദർ ഇസ് നത്തിങ് വി ക്യാൻ ഡു ഇഫ് വി ആർ ഇൻ കേരള ഓർ എക്സ്പെഷ്യലി ഇൻ ഇന്ത്യ ഇൻ ദിസ് ഏരിയ. സോ ബിക്കോസ് നിങ്ങൾക്ക് അറിയായിരിക്കും, പോപ്പുലർ ഗെയിമൊക്കെ കളിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ ആയിരിക്കുമല്ലോ ഇവിടെ ഉള്ളത്. എനിക്ക് ഇന്ററാക്ട് ചെയ്ത് പോകാനാണ് ആക്ച്വലി ഇൻട്രസ്റ്റ്. പക്ഷെ എനിക്കറിയാം, ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു, ഞാൻ ഇതുപോലെ പല മീറ്റിൽ ഞാൻ അറ്റൻഡ് ആയിട്ട് കയറുമ്പോൾ അത് എടുക്കുന്ന ആൾക്കാർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എല്ലാവർക്കും ലൈക്ക് റെസ്പോണ്ട് ചെയ്യാൻ ഭയങ്കര മടിയൊക്കെ ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആദ്യം ഒന്നും ചോദിക്കാതെ നിങ്ങളുടെ അടുത്ത്. ആ ഒരു മടി നിങ്ങൾക്ക് കാണും ഇന്ററാക്ട് ചെയ്യാനായിട്ട്. അത് ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ഗെയിം ഒക്കെ കളിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണല്ലോ, ആർക്ക് വേണോ റെസ്പോണ്ട് ചെയ്യാം. ഗെയിം കളിച്ച് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തു. ടോക്ക് ചെയ്യാൻ പാടാണെങ്കിൽ ലൈക്ക് യു ക്യാൻ ഹാൻഡ് റൈസ് ഓൾസോ. ഇറ്റ്സ് ഫൈൻ. സോ ബേസിക്കലി നിങ്ങൾക്ക് ഒരു ഫേവറേറ്റ് ഗെയിം ഒക്കെ കാണുമല്ലോ, അതൊക്കെ നിങ്ങൾക്ക് മൈക്ക് തുറന്ന് പറയാൻ പറ്റുമെങ്കിൽ പറയുക, അല്ലെങ്കിൽ കമന്റിലോ മീൻസ് ചാറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ടൈപ്പ് ചെയ്തിട്ടാലും മതിയാവും. ജസ്റ്റ് ഫോർ ഒന്ന് അറിയാനാണ്. ഓക്കെ. സോ ബേസിക്കലി ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ലൈക്ക് ഞാൻ ഇതുപോലെ ഒരുപാട് സെഷൻസിൽ കയറിയിട്ടുണ്ട്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, 2 months അഗോ ഞാനൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഞാൻ ഇതുപോലെ ഒരു ഇവന്റ്സിന് കയറുമ്പോൾ മെന്റർ വന്നിട്ട് ഭയങ്കരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറയൂ, മൈക്ക് തുറന്ന് പറയൂ എന്ന് ഇങ്ങനെ ഇരുന്ന് പറയും. പക്ഷെ ആരും മിണ്ടാറില്ല. ബട്ട് ഐ അണ്ടർസ്റ്റാൻഡ്, ബിക്കോസ് നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് തോന്നത്തില്ല. പെട്ടെന്ന് നമുക്ക് സംസാരിക്കാൻ പറയുമ്പോൾ ലൈക്ക് നമ്മൾ അവിടെ സ്റ്റക്ക് ആവുകയാണ് ചെയ്യണം. ഇറ്റ്സ് ഫൈൻ, ഇറ്റ് ബേസിക്കലി ഫൈൻ. സോ കമന്റ് ചെയ്യുന്നുണ്ടോ? ഇറ്റ്സ് ബെറ്റർ, ഇറ്റ്സ് ഗുഡ്. സോ അപ്പോൾ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ഞാനപ്പോൾ റിയലൈസ് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയായിരിക്കും, ഗെയിമൊക്കെ കളിക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് അറിയാവുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ നല്ലൊരു ഗെയിമിംഗ് കമ്പനി അല്ലെങ്കിൽ ഗെയിം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ഇല്ല. ലൈക്ക് ഒരു ട്രിപ്പിൾ എ എന്ന് പറയും. ട്രിപ്പിൾ എ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് ബേസിക്കലി എ സ്റ്റാൻഡേർഡ്, ട്രിപ്പിൾ എ സ്റ്റാൻഡേർഡ് ഗെയിംസ് എന്ന് പറയും. അത് ഇപ്പോൾ ഇറങ്ങുന്ന ഗ്രാഫിക്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, റിയൽ വേൾഡ് പോലെയാണ് ഇപ്പോഴത്തെ പല ഗെയിംസിനും ഗ്രാഫിക്സ് ഇരിക്കുന്നത്. ഒരു ഗെയിമിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ കാണിച്ചു തന്നിട്ട് ഇത് റിയൽ വേൾഡ് ആണോ അതോ ഗെയിം ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം അത്രത്തോളം നമ്മുടെ ടെക്നോളജി ലൈക്ക് ഗ്രോ ആയി, ആ ഒരു ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട്.
സോ അപ്പോ ബേസിക്കലി നമ്മുടെ ഇന്ത്യയിലും അല്ലെങ്കിൽ ബേസിക്കലി ഇന്ത്യയിൽ നല്ലൊരു ഗെയിമിംഗ് കമ്പനി ഇല്ല. ഏത് ഗെയിം എടുത്ത് നോക്കിയാലും പോപ്പുലർ ആയിട്ടുള്ള ഇപ്പോൾ GTA, RDR, അതെല്ലാം ചെയ്ത റോക്ക് സ്റ്റാർസ് ആണ്. പിന്നെ വേറൊരു സ്റ്റുഡിയോ ഇൻസോമിനിക് ഉണ്ട്, നോട്ടി ഡോഗ് ഉണ്ട്, ഇങ്ങനത്തെ കുറേ സ്റ്റുഡിയോസ് ഉണ്ട്. ഗെയിം പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റുഡിയോസ്. ഇവരെല്ലാരും ലൈക്ക് ദേ ആർ ബേസ്ഡ് ഔട്ട് ഓഫ് ലൈക്ക് എയ്തർ US ഓർ അനദർ ഫോറിൻ കൺട്രി. സോ ഇന്ത്യയിൽ നിന്ന് നല്ലൊരു കമ്പനി ഇല്ല. സോ ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ ദെൻ ഇതിവിടെ പഠിച്ചിട്ട് എന്താണ് നമുക്ക് യൂസ്, ലൈക്ക് എന്താ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുക, ലൈക്ക് ഒരു സ്കോപ്പ് ഇല്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി വെൻ ഐ വാസ് ഇൻ 11th. സോ ഞാൻ ആക്ച്വലി അൺറിയൽ എഞ്ചിനിലാണ് വർക്ക് ചെയ്യുന്നത്. അൺറിയൽ എഞ്ചിനും നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ല. അൺറിയൽ എഞ്ചിൻ കേട്ടിട്ടുണ്ടോ? ഹാൻഡ് റൈസ് ചെയ്യാൻ കേട്ടിട്ടുള്ളവർക്ക്. കേട്ടിട്ടുണ്ടല്ലോ. ഗ്രേറ്റ്. സോ അൺറിയൽ എഞ്ചിൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ടൂളാണ്. ഇറ്റ്സ് എൻ എഞ്ചിൻ യൂസ് ടു ക്രിയേറ്റ് ഗെയിംസ്. ഓക്കെ, ബേസിക്കലി AAA ഓപ്പൺ വേൾഡ് ഗെയിംസ് ഒക്കെ, ഓപ്പൺ വേൾഡ് മാത്രമല്ല ബട്ട് മെജോറിറ്റി അങ്ങനത്തെ ഗെയിംസ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദ പോപ്പുലർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് അൺറിയൽ എഞ്ചിൻ. സോ ഞാൻ അതാണ് ആക്ച്വലി 10th-ലും 11th-ലൊക്കെ ആ ടൈമിൽ പഠിച്ചുകൊണ്ട് ഇരുന്നത്. എല്ലാം സെൽഫ് സ്റ്റഡി ആയിരുന്നു. ലൈക്ക് യൂട്യൂബ് ചാനൽസിലൊക്കെ പോയി ഫ്രീ ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഞാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞ ആ തോട്ട് എനിക്ക് വന്നു. അതായത് ഇവിടെ കമ്പനീസ് ഒന്നും ഇല്ലല്ലോ, പിന്നെ ഞാൻ ഇതിലൊരു കരിയർ ബിൽഡ് ചെയ്താൽ എനിക്ക് എന്താ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉള്ളത്? ഒന്നുമില്ല. സോ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് ആക്ച്വലി ഐ ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ വേറെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പോയി. അതായത് ഇപ്പോൾ ഞാൻ കുറെ നാൾ റിയാക്ട് പഠിക്കാൻ പോയി. +2-ലൊക്കെ ആ ടൈം ആയിരുന്നപ്പോൾ റിയാക്ട് ഒക്കെ നോക്കിയിട്ട് പിന്നെ വേറെ AI എഞ്ചിനീയറിംഗ്, ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, AI എഞ്ചിനീയറിംഗ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വേറെ കുറെ ഏരിയാസിലേക്ക് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോയി. പക്ഷെ ഞാൻ ബേസിക്കലി ഒന്നിലും നിന്നില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്ത് നിന്നില്ല. ലൈക്ക് ഒരു ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ എനിക്കത് ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല പറ്റുന്നില്ല അല്ല, ബേസിക്കലി എനിക്ക് ഇൻട്രസ്റ്റ് വരുന്നില്ല അതിലേക്ക്. ഞാൻ ശ്രമിച്ചിട്ടും എനിക്ക് ഇൻട്രസ്റ്റ് വരുന്നില്ല. സോ അവിടെ നിന്ന് ജമ്പ് ചെയ്ത് അടുത്തേൽ പോകും, അവിടെ കുറച്ച് നാൾ അത് നോക്കും, അവിടെ നിന്ന് ജമ്പ് ചെയ്ത് അടുത്തേൽ പോകും. അങ്ങനെ ലൈക്ക് ജമ്പ് ചെയ്ത് കളിച്ച ഒരാളാണ്. സോ ആ ടൈമിലാണ് ഞാൻ കോളേജിലും കയറുന്നത്. കോളേജിലേക്ക് ഞാൻ BTech കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. സെന്റ് തോമസിലായിരുന്നു. ഇവിടെ ട്രിവാൻഡ്രത്ത് സെന്റ് തോമസ് എന്ന് പറഞ്ഞ കോളേജ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ ആക്ച്വലി കയറിയത്. ആ കോളേജിൽ ഞാൻ അഡ്മിഷൻ എടുത്ത് പോകുന്നതന്നെ ലൈക്ക് എനിക്കൊരു എയിമോ ഒന്നുമില്ല. ലൈക്ക് ഐ വാസ് ഫുൾ ബ്ലാങ്ക് മൈൻഡോടെയാണ് കയറുന്നത്. എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എല്ലാവരും പറഞ്ഞു +2 കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു +2 കഴിഞ്ഞപ്പോൾ. സോ അപ്പോൾ എല്ലാവരും പറഞ്ഞു എഞ്ചിനീയറിംഗ് ആണ് എല്ലാവരും എടുക്കുന്നത്, കമ്പ്യൂട്ടർ സയൻസ് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് എസ്പെഷ്യലി ഫാമിലി ആൾക്കാരാണ്. സോ അങ്ങനെ പറഞ്ഞ് ഞാൻ അതങ്ങ് എടുത്തതാണ്. അല്ലാതെ എനിക്ക് വേണമെന്ന് തോന്നിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് കിട്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അല്ല ആക്ച്വലി. സോ ഞാൻ ഇതെല്ലാം പറയാൻ കാരണം ബേസിക്കലി ഒരു പ്ലാനും ഇല്ലാതെയാണ് ഞാൻ അതിലോട്ട് കയറുന്നത്. ദെൻ കോളേജിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എല്ലാം ലൈക്ക് എല്ലാം കടന്നു പോകുന്നു. ദെൻ കംസ് മ്യൂലേൺ. സോ മ്യൂലേൺ എന്നൊരു കമ്മ്യൂണിറ്റി നിങ്ങളുടെ കോളേജിലുണ്ട്. നിങ്ങളുടെ കോളേജിലുണ്ടല്ലോ അല്ലേ മ്യൂലേൺ? എല്ലാവർക്കും അറിയാലോ മ്യൂലേൺ അല്ലേ? മ്യൂലേൺ കേട്ടിട്ടുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. പിന്നെ ഗുഡ്. മ്യൂലേൺ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ആക്ച്വലി ഞാൻ ഫസ്റ്റ് വോളണ്ടിയർ ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. ദെൻ ഫസ്റ്റ് ഒന്നും എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പിന്നീട് ലേറ്റർ എനിക്ക് മനസ്സിലായി അവിടെ നല്ലൊരു സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ്. സോ മ്യൂലേണിൽ ഇന്റേൺ ആയി കയറി. ദെൻ അവർക്ക് വേണ്ടി പിന്നീട് വർക്ക് ചെയ്തു. ദെൻ ഐ റിയലൈസ് മ്യൂലേൺ എന്ന് പറയുന്നത് ഈസ് ബേസിക്കലി എ പാത്വേ എന്ന് പറയുന്ന കാരണം ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ബേസിക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഏത് ഇൻട്രസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ഒരു ടെക്നോളജിയോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. if you are into some entertainment areas like art അല്ലെങ്കിൽ like painting and music, എനിത്തിങ് ലൈക്ക് കോമിക്സ്, ഗെയിമിംഗ്, ഇതുപോലത്തെ എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് മ്യൂലേൺ എന്ന് പറയുന്നത്. ലൈക്ക് ദേ ഹാവ് ഓൾ റിസോഴ്സസ് ഫോർ സപ്പോർട്ടിങ് എവറിത്തിങ്. സോ മ്യൂലേൺ കയറിയ ശേഷമാണ് ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയത്. ബേസിക്കലി ആ ടൈമിൽ ഞാൻ ഗെയിമിംഗ് ഒക്കെ ഓൾറെഡി മറന്നു. ഗെയിമിംഗ് കാരണം ഞാനത് 10th 11th ആയിരുന്നപ്പോൾ വിട്ടതാണ്. ദെൻ തേർഡ് ഇയർ ആ ടൈമിലാണ് ഞാൻ മ്യൂലേണിൽ കയറുന്നത്. ദെൻ മ്യൂലേണിൽ കയറിയ ശേഷം മ്യൂലേൺ മ്യൂലേൺ ഓൾസോ ഹെൽപ്സ് യു ടു സെൽഫ് ഐഡന്റിഫൈ യുവർ സെൽഫ്. സോ ബേസിക്കലി ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് ചില ആൾക്കാർ ബേസിക്കലി ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് നേരിടും. അതായത് നമുക്ക് എന്താണ് ഇൻട്രസ്റ്റ് ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഡിസ്കവർ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. അതായത് നമുക്ക് ഇപ്പോൾ എനിക്കൊരു ബേസിക്കലി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും ആ ഇൻട്രസ്റ്റ് ഏതാണെന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും.
കാരണം ഗെയിമിംഗ് ഒക്കെ ഞാൻ ലോങ് ഫോർഗോട്ടൺ ആണ് ആ ടൈമിൽ. സോ ദെൻ മ്യൂലേൺ ആക്ച്വലി അത് അവരുടെ കുറെ ടാസ്ക് കൂടെയും അവരുടെ കുറെ ആക്ടിവിറ്റീസ് കൂടെയും ഐ റീഡിസ്കവേർഡ് മൈ പാഷൻ ഫോർ ഗെയിമിംഗ് ആൻഡ് ഗെയിം ഡെവലപ്മെന്റ് എന്ന് വേണം പറയാൻ. സോ ലേറ്റർ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ മ്യൂലേൺ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെ ഐ സ്റ്റാർട്ടഡ് എ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ പേര് ഞാൻ പറയാം. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് മ്യൂലേണിൽ വർക്ക് ചെയ്ത ശേഷം ഞാൻ കുറെ ഇൻഡസ്ട്രി ടെക്നോ പാർക്കിലേക്കൊക്കെ ഉള്ള കുറെ ഇൻഡസ്ട്രി കമ്പനീസ് ഒക്കെ ഉള്ള ആൾക്കാരുമായിട്ട് ലൈക്ക് മീറ്റ് ചെയ്യാൻ തുടങ്ങി, ഇന്ററാക്ട് ചെയ്യാൻ തുടങ്ങി. ദെൻ ഐ ലേൺ ദാറ്റ് ദർ ആർ സോ മെനി ഗെയിമിംഗ് കമ്പനീസ് ഓർ ഗെയിം ഡെവലപ്മെന്റ് കമ്പനീസ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള ഇറ്റ്സെൽഫ്. കുറെ ഉണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ആൻഡ് ദേ ആർ ആക്ച്വലി വർക്കിംഗ് ഇൻ റിയലി ലാർജ് പ്രോജക്ട്സ്. സോ ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതല്ല, ഉണ്ട്, ബട്ട് അറിയുന്നില്ല. കാരണം ഇവർ വർക്ക് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ ലൈക്ക് ഒരു ഹോൾ ഫുൾ ഗെയിം ഒക്കെ അങ്ങ് റോക്ക് സ്റ്റാർസിനെ അല്ലെങ്കിൽ അവരെ പോലെ നോട്ടി ഡോഗിനെയൊക്കെ പോലെ ഇങ്ങനെ ഇറക്കി ഫേമസ് ആകുന്ന ടൈപ്പ് ആൾക്കാരല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഇവരൊന്നും അറിയാത്തത്. സോ ദർ ഇസ് എ ലാർജ് സ്കോപ്പ് ഫോർ ഗെയിം ഡെവലപ്മെന്റ് ഇൻ ഇന്ത്യ ആൻഡ് ഇൻ കേരള. സോ അവിടെ നിന്ന് സംഭവിച്ച കാര്യം എന്ന് വെച്ചാൽ ദെൻ ഞാൻ നേരത്തെ പറഞ്ഞു ഐ സ്റ്റാർട്ടഡ് എ കമ്മ്യൂണിറ്റി. കാരണം കമ്മ്യൂണിറ്റി ഞാൻ തുടങ്ങാനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതുപോലെ എന്നെ പോലെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ലൈക്ക് കുട്ടികളുണ്ട് ലൈക്ക് ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ഏരിയ ബട്ട് ദേ തിങ്ക് ദാറ്റ് ദർ ആർ നോ ഓപ്പർച്യൂണിറ്റീസ് ഹിയർ, സോ ദേ ഡ്രോപ്പ് ഇറ്റ്. സോ അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. കാരണം അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല ഇവിടെ ആരൊക്കെ ഉണ്ട്, ഇവര് എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നതെന്ന് ആർക്കും അറിയത്തില്ല. സോ അത് ഇവരിലേക്ക് എത്തിക്കാൻ ഐ ലൈക്ക് ആൻഡ് ഈ ഗെയിം ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനീസിനും ലൈക്ക് ഒരു ഒറ്റ അംബ്രല്ലയ്ക്കുള്ളിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങിയത്. ആൻഡ് ദ നെയിം ഓഫ് ദറ്റ് കമ്മ്യൂണിറ്റി ഈസ് കോൾഡ് മ്യൂപ്ലേ. സോ മ്യൂപ്ലേ എന്ന കമ്മ്യൂണിറ്റി നിങ്ങളുടെ കോളേജിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മ്യൂലേണുള്ള എല്ലാ കോളേജിലും മ്യൂപ്ലേ ഉണ്ട് ആക്ച്വലി. സോ മ്യൂപ്ലേ നിങ്ങളുടെ കോളേജിൽ ഉണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടെങ്കിൽ യു ക്യാൻ അഗൈൻ ഹാൻഡ് റൈസ് ഓർ ജസ്റ്റ് സേ ഇറ്റ്. കേട്ടിട്ടുണ്ടോ മ്യൂപ്ലേ എന്ന കമ്മ്യൂണിറ്റി? കേട്ടിട്ടുണ്ടോ? കോളേജിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല മ്യൂപ്ലേ ആയിട്ട്. എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലേ ഇപ്പോ? ഓക്കെ, ഇറ്റ്സ് ഫൈൻ. സോ ബേസിക്കലി മ്യൂലേണുള്ള മിക്ക കോളേജിലും മ്യൂപ്ലേ എന്നൊരു കമ്മ്യൂണിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതിന്റെ എല്ലാ മ്യൂപ്ലേ കമ്മ്യൂണിറ്റി ഇതിലും ഒരു ലീഡും ഉണ്ട്. ലൈക്ക് നിങ്ങൾക്ക് ക്യാമ്പസ് ലീഡ്, മ്യൂലേണിൽ ക്യാമ്പസ് ലീഡ് ഉള്ള പോലെ മ്യൂപ്ലേക്ക് മ്യൂപ്ലേ ലീഡ് എന്ന് പറഞ്ഞ് ഒരാൾ പല ക്യാമ്പസിലും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അവര് ഓരോ ഗെയിമിംഗ് ഇവന്റ്സ് ഒക്കെ അങ്ങനെ നടത്തി അങ്ങനെ പോകുന്നുണ്ട്. സോ നിങ്ങളുടെ കോളേജിൽ ഇപ്പോൾ അത് വന്നിട്ടില്ല എന്ന് പറയുന്നു. സോ നിങ്ങൾക്ക് അത് പിന്നീട് ഡെവലപ്പ് ചെയ്യാന്നേ ഉള്ളൂ. സോ ബേസിക്കലി ഈ കമ്മ്യൂണിറ്റി ഗെയിം കളിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഗെയിം ഡെവലപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് മാത്രമുള്ള ഒരു കമ്മ്യൂണിറ്റി അല്ല. ആ കമ്മ്യൂണിറ്റിക്ക് അകത്ത് ഗെയിം കമ്പനീസിന്റെ സിഇഒസ്, അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പ്രൊഫഷണൽസ്, അവരും ഗെയിം കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസും ഗെയിം ഡെവലപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും ഇ സ്പോർട്സ് കളിക്കുന്നവരും എല്ലാവരും ലൈക്ക് ഈ ഏരിയയിൽ എന്തൊക്കെ ആൾക്കാരുണ്ടോ അവരെല്ലാവരും കൂടെ ലൈക്ക് ഒറ്റ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒറ്റ ഒരു കമ്മ്യൂണിറ്റി ആക്കി ലൈക്ക് അവിടെ ചെയ്യാം. അവിടെ നമ്മൾ ലൈക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അപ്പോൾ ഇത് ചെയ്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിന് ശേഷം ആ ഗ്രൂപ്പിന്റെ അകത്ത് ജോയിൻ ആയിട്ടുള്ള എല്ലാ ലൈക്ക് ഓപ്പർച്യൂണിറ്റി തേടുന്ന സ്റ്റുഡൻസിന് കമ്പനീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയും ആ കമ്പനീസ് അവർ ഹയറും ചെയ്തിട്ടുണ്ട്. അവിടെ ബേസിക്കലി പ്രൂഫ് ഓഫ് വർക്ക് ആണ് നോക്കുന്നത്. നിങ്ങളുടെ മാർക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര CGP ഉണ്ട് അല്ലെങ്കിൽ എത്ര ഇതുണ്ട് അതൊന്നും അല്ല നോക്കുന്നത്. ലൈക്ക് ഇഫ് യു നോ ഗെയിം ഡെവലപ്മെന്റ് ഓർ ഇഫ് യു നോ ഹൗ ടു ഡു സ്റ്റഫ്സ് ഇൻ ദിസ് എഞ്ചിൻ ഓർ ദാറ്റ് എഞ്ചിൻ, അവർ ഡയറക്ട്ലി എന്തെങ്കിലും വർക്ക് ഓർ സംതിങ് പ്രോജക്റ്റിൽ നിങ്ങൾക്ക് ലൈക്ക് തരും ആ ഗ്രൂപ്പിൻ്റെ അകത്ത് തന്നെ. ദെൻ അത് നിങ്ങൾ ചെയ്യുന്നു, അവർക്ക് ഇഷ്ടപ്പെടുകയാണ്, ദെൻ ദേ വിൽ പിക്ക് യു റൈറ്റ് അവേ. സോ ബേസിക്കലി ആ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു ഫ്ലോ ഉണ്ടല്ലോ, ഈ ഒരു സിസ്റ്റം ഫ്ലോ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ ആ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ആ ഗ്രൂപ്പിൽ കൂടെ ആക്ച്വലി ഒരുപാട് പേര് ഇതുപോലത്തെ ലൈക്ക് പ്രൊഫഷണൽസിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയും അവരുമായിട്ട് സംസാരിക്കാൻ പറ്റുകയും അവരുടെ വർക്കെല്ലാം ഷെയർ ചെയ്ത് ആക്ച്വലി ദേ ഹാവ് ഗോട്ടൺ ജോബ്സ്. സോ അതിനാണ് ആക്ച്വലി നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തത്. സോ ഇനി അതിനെക്കുറിച്ച് ഒരുപാട് പറയുന്നില്ല. സോ അത് ലൈക്ക് വൺ ഓഫ് ദ ടേണിംഗ് പോയിന്റ് ഓഫ് മൈ കരിയർ ആയിരുന്നു ആ ഒരു ബിൽഡ് ചെയ്ത കാര്യം. സോ അതിനുശേഷം ഞാൻ ആക്ച്വലി ആ കമ്മ്യൂണിറ്റി ഫൗണ്ട് ചെയ്തതാണ്. എൻ്റെ കൂടെ മ്യൂലേണിൽ തന്നെ ഒരാളുണ്ടായിരുന്നു. പിന്നെ വേറെ 2-3 കമ്പനീസിൽ നിന്നുണ്ടായിരുന്നു. കമ്പനീസ് എന്ന് പറയുമ്പോൾ ഒന്ന് ബൺസൺ സ്റ്റുഡിയോസ് എന്ന് പറഞ്ഞ ഒരു കൊച്ചി ബേസ്ഡ് ഗെയിമിംഗ് കമ്പനി ഉണ്ട്. ദെൻ ദർ ഇസ് അനദർ കമ്പനി കോൾ നോറിയൻ ഗെയിംസ്. പിന്നെ ലൈക്ക് ടിൽറ്റ് ലാബ്സ്, അവരും വൺ ഓഫ് ദ പാർട്ട്നേഴ്സ് ആയിരുന്നു മ്യൂപ്ലേയുടെ, ദ കമ്പനി ദാറ്റ് ഐ കറന്റ്ലി വർക്ക് ഫോർ. ആൻഡ് എനിക്കെല്ലാം ഓർമ്മ വരുന്നില്ല, വേറൊരു 5-6 കമ്പനീസും കൂടെ ഉണ്ടായിരുന്നു.
സോ അവരെല്ലാരും കൂടെ വന്ന് നമ്മളുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഈ കമ്മ്യൂണിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇവരെ എല്ലാം മീറ്റ് ചെയ്യാൻ പറ്റിയത് മീൻസ് മ്യൂലേൺ ഉള്ളതുകൊണ്ടാണ്. സോ മ്യൂലേൺ ഞാൻ യൂസ് ചെയ്തു, ദെൻ ഈ ആൾക്കാരായിട്ട് കണക്ട് ചെയ്തു, ദെൻ ഞാൻ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തു, ദെൻ ലൈക്ക് എന്താ പറയാ പേവ്ഡ് എ പാത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്തു എന്ന് വേണം പറയാൻ. ഈ ഗെയിം ഡെവലപ്പേഴ്സ് ആയിട്ട് ലൈക്ക് ഇൻട്രസ്റ്റ് ഉള്ള സ്റ്റുഡൻസിന് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, അറിയിക്കാൻ വേണ്ടിയുള്ള ഒരു ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്തതാണ് ഈ കമ്മ്യൂണിറ്റി കൊണ്ട് മെയിൻലി ഉദ്ദേശിച്ചത്. സോ അവരുമായിട്ട് ഒരുപാട് വർക്ക് ചെയ്ത് ഞാൻ കോളേജിൽ 4th ഇയർ പാസ് ഔട്ട് ആവും വരെ അവരുമായിട്ട് ഞാൻ ക്ലോസ്ലി വർക്ക് ചെയ്ത് ഒരുപാട് ഇവന്റ്സ് ഞാൻ ഹോസ്റ്റ് ചെയ്തു. ദെൻ വേറൊരു ഇവന്റ് വന്നു, ഇറ്റ്സ് കോൾഡ് GGJ, ഗ്ലോബൽ ഗെയിം ജാം എന്ന് പറയും. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഗ്ലോബൽ ഗെയിം ജാം എന്ന ഇവന്റ് കേട്ടിട്ടുണ്ടോ? GGJ എന്ന് പറയുന്നത് ലൈക്ക് ആനുവലി നടക്കുന്ന ഒരു വലിയ ഇവന്റ് ആണ്. എല്ലാ രാജ്യത്തും സെയിം ടൈമിൽ നടക്കുന്ന ഒരു ഗെയിം ഡെവലപ്പിംഗ് ഇവന്റ് ആണ്. ലൈക്ക് അവരൊരു തീം പ്രൊവൈഡ് ചെയ്യും. GGC നടത്തുന്ന ഒരു ആൾക്കാരുണ്ട്. സോ ഒരു ഗെയിമിംഗ് എന്താ പറയാ ഒരു അതോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അവര് ഒരു ടോപ്പിക് റിലീസ് ചെയ്യും. ഈ ടോപ്പിക് വിൽ ബി സെയിം ഫോർ ഓൾ കൺട്രീസ്. എല്ലാ രാജ്യങ്ങളിലും ഈ സെയിം ടോപ്പിക് തന്നെയായിരിക്കും. എന്നിട്ട് ഈ ടോപ്പിക് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഹാക്കത്തോൺ പോലെയാണ്, ഒരു 3 days അല്ലെങ്കിൽ 2 days കാണും. ആ ടോപ്പിക്കിനെ കുറിച്ച് ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതൊരു തീമായിട്ട് എടുത്തിട്ട് ഒരു ഗെയിം ബിൽഡ് ചെയ്യുക വിത്തിൻ 3 or 2 days. അത് അതിന്റെ ടോപ്പ് ആയിട്ടുള്ള ഗെയിംസ് അവർ സെലക്ട് ചെയ്തിട്ട് അവർ അതിനെ പബ്ലിഷ് ചെയ്യും. ആൻഡ് സെലക്ട് ആയി കഴിഞ്ഞാൽ ലൈക്ക് യു വിൽ ഗെറ്റ് റിവാർഡ്സ്, റെക്കഗ്നീഷൻ ആൻഡ് ഈവൻ മണി. സോ GGJ കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? GGJ എന്ന് ഗ്ലോബൽ ഗെയിം ജാം കേട്ടിട്ടുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. യാ കേട്ടിട്ടുണ്ടല്ലേ? യാ ഗുഡ്. സോ ബേസിക്കലി അങ്ങനത്തെ ഒരു ഇവന്റ് അപ്പോൾ വേൾഡ് ഓവർ ആയിട്ടുള്ള പേര് തന്നെ ഉണ്ടല്ലേ, ഗ്ലോബൽ ഗെയിം ജാം. സോ അങ്ങനത്തെ ഒരു ഇവന്റ് ഇന്ത്യയിൽ ആ ടൈമിൽ, അതായത് ഞാൻ നടത്തിയ ടൈമിൽ ഇന്ത്യയിൽ കേരളത്തിലാണ് ഓപ്പർച്യൂണിറ്റി വന്നത്. കാരണം ഇത് ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്താണ് പോകുന്നത്. ഇപ്പൊ ഇന്ത്യയിൽ മുമ്പ് നടന്നിട്ടുണ്ട്, പക്ഷെ കേരളത്തിൽ നടന്നിട്ടില്ല. കാരണം കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഇന്ത്യയിൽ മുമ്പ് നടന്നപ്പോൾ ഒക്കെ മഹാരാഷ്ട്രയിലും ആൻഡ് ഡൽഹിയിലും അവിടെ എവിടെയൊക്കെയാണ് നടന്നത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മഹാരാഷ്ട്രയിൽ ഒരെണ്ണം നടന്നിട്ടുണ്ട്, അതിന് മുമ്പ് എവിടെയൊക്കെ നടന്നിട്ടുണ്ട്. ബട്ട് ഇത്തവണ ഇന്ത്യയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ കേരള ഗോട്ട് ദ ഓപ്പർച്യൂണിറ്റി ടു ഹോസ്റ്റ് ഇറ്റ്, ഇവിടുത്തെ GGJയുടെ വേർഷൻ. സോ അത് നമുക്ക് കൊച്ചിയിലാണ് അതിൻ്റെ ഇത് വന്നത്. സോ കൊച്ചിയിൽ സ്റ്റാർട്ടപ്പ് മിഷന്റെ ഒരു സ്ഥലമുണ്ട്, കേസമുണ്ട്. അവിടെ വെച്ചാണ് നമ്മൾ ഇപ്രാവശ്യം അത് ഹോസ്റ്റ് ചെയ്തത്. ഒരു 2 day ഇവന്റ് ആയിരുന്നു. സോ അതും അത് ഹോസ്റ്റ് ചെയ്യാൻ കിട്ടിയ റൈറ്റ് നമ്മുടെ ഈ മ്യൂപ്ലേയും പിന്നെ ഈ കമ്പനീസ്, എക്സ്പെഷ്യലി ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി ടിൽറ്റ് ലാബ്സ് ആണ് ബേസിക്കലി അവർക്ക് റൈറ്റ് കിട്ടിയത് അത് ഹോസ്റ്റ് ചെയ്യാൻ. കാരണം ഓരോ രാജ്യങ്ങളിലും ഈ GGJ ഹോസ്റ്റ് ചെയ്യുന്നത് അവിടെ ഉള്ള ഏതെങ്കിലും ഗെയിമിംഗ് കമ്പനി ആയിരിക്കും. സോ ഇവിടെ ടിൽറ്റ് ലാബ്സ് ആണ് അത് ഹോസ്റ്റ് ചെയ്തത്. ആൻഡ് ഞാൻ മ്യൂപ്ലേയിൽ ആ ടൈമിൽ മ്യൂലണിൽ ആക്റ്റീവായി വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരുമായിട്ട് പിന്നെയും കൊളാബ് ചെയ്തു. മ്യൂപ്ലേയും ടിൽറ്റ് ലാബ്സ് ആ കമ്പനീസ്, ബാക്കി കുറെ കമ്പനീസിന്റെ നേരത്തെ പറഞ്ഞ കമ്പനീസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ അത് GGJ ലൈക്ക് നല്ല അടിപൊളിയായിട്ട് ഹോസ്റ്റ് ചെയ്തു. അത് നല്ല ഒരു കിടിലം പരിപാടിയായിരുന്നു. സോ യാ, അപ്പോൾ അതും അതിനുശേഷം ദെൻ ഞാൻ 4th ഇയർ പാസ് ഔട്ട് ആവുന്നു. ആൻഡ് ഞാനിപ്പോൾ മ്യൂലണിൽ ഇത്രയും വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അല്ലേ, മ്യൂപ്ലേയിൽ ഞാൻ ചെയ്ത കാര്യങ്ങളും എന്താണ് ചെയ്തത്, എൻ്റെ ആക്ടിവിറ്റീസ്, ഈ എല്ലാ ടൈമിലും വാട്ട് ഐ ഡിഡ് വാസ് ഈ ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഇവന്റ്സ് ഒക്കെ ഹോസ്റ്റ് ചെയ്ത സെയിം ടൈമിൽ ഞാൻ എൻ്റെ ലേണിംഗ് ഒരു സൈഡിൽ കൂടെ കണ്ടിന്യൂ ചെയ്തു. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ റീഡിസ്കവർ ചെയ്തു എൻ്റെ പാഷൻ ഫോർ ഗെയിം ഡെവലപ്മെന്റ്. എന്നിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ അൺറിയൽ എഞ്ചിൻ തന്നെ ഉറപ്പിച്ചു. അൺറിയൽ എഞ്ചിൻ, കാരണം എൻ്റെ മ്യൂലണിലുള്ള എൻ്റെ മെന്റേഴ്സ് ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു. അവർ പറഞ്ഞു, നീ നിന്റെ ഇൻട്രസ്റ്റ് അത് തന്നെയാണെന്ന് നീ ഡിസ്കവർ ചെയ്തല്ലോ, ഇനി നീ അത് പഠിക്കാൻ നോക്കുക. അപ്പോൾ മ്യൂലണിൻ്റെ അകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് റിസോഴ്സസ് ഒക്കെ കിട്ടും. സോ യൂട്യൂബും അല്ലാതെ വേറെ കുറെ റിസോഴ്സസും ഒക്കെ വെച്ച് ഞാൻ സെൽഫ് ലേണിംഗ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തു എന്ന് വേണം പറയാൻ അൺറിയൽ എഞ്ചിനിൽ. കാരണം ആ ടൈമിൽ അൺറിയൽ എഞ്ചിൻ ഒന്നുകൂടെ പഠിക്കാൻ എടുക്കുമ്പോൾ ആക്ച്വലി ഞാൻ 3rd ഇയർ തീരാറാകുമ്പോഴാണ് ഒന്നും കൂടെ അൺറിയൽ എഞ്ചിൻ പഠിക്കുന്നത്. ലാസ്റ്റ് ഞാൻ 10ലാണ് നിർത്തിയത്, 10+1 ആ ടൈമിലാണ് ഞാൻ നിർത്തിയത്. ദെൻ ഒന്നും കൂടെ പുതിയതായിട്ട് എടുത്തപ്പോൾ എൻറ്റയർലി ഇറ്റ് വാസ് ഡിഫറെന്റ്. അൺറിയൽ എഞ്ചിന്റെ ഇന്റർഫേസ് മാറി, കുറെ ചേഞ്ചസ് വന്നു, കുറെ പുതിയ കാര്യങ്ങൾ വന്നു, പുതിയ ടെക്നോളജീസ്. ലൈക്ക് അൺറിയൽ എഞ്ചിൻ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, നാനൈറ്റ് എന്ന് പറയും, ലൂമൻ എന്ന് പറയും, ഇങ്ങനത്തെ കുറെ ടെക്നോളജീസ് ഒക്കെ വന്നു കഴിഞ്ഞു ആ ടൈമിൽ. സോ അതെല്ലാം ഒന്നും കൂടെ ഞാൻ ലൈക്ക് ഓരോ ദിവസം സ്പെൻഡ് ചെയ്തു, അതിനെ ലൈക്ക് പഠിച്ചെടുത്തു. എല്ലാം ഞാൻ യൂട്യൂബ് കൂടെയാണ് ചെയ്തത് എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്. ലൈക്ക് ഞാൻ ഒരു മണിയും സ്പെൻഡ് ചെയ്ത് ഒരു ഹൈ പെയ്ഡ് കോഴ്സ് ഒന്നും എടുക്കാൻ നോക്കില്ല. കാരണം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, അൺറിയൽ എഞ്ചിനോ അല്ലെങ്കിൽ യൂണിറ്റിയോ ഏത് ഗെയിമിന്റെ ലൈക്ക് കോഴ്സസ് ആണെങ്കിലും ലൈക്ക് ഇറ്റ് കോഴ്സ് റിയലി ഹൈ.
ഭയങ്കര കോസ്റ്റ് ആണ് എല്ലാം. ലൈക്ക് 25,000 30,000 അങ്ങനത്തെ വലിയ വലിയ എമൗണ്ട് ഉള്ള അതുമല്ല അതിലും കൂടുതൽ, അതൊക്കെ പണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ലൈക്ക് 50K ആണ് ഒരു കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ, ലൈക്ക് 50K, ലിറ്ററലി 50K. സോ യാ, അപ്പോ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവം നമുക്ക് ആവശ്യമില്ല സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ. ഇറ്റ്സ് ലൈക്ക് അട്ടർലി യൂസ്ലെസ് ആണ് ആ ടൈമിൽ. പക്ഷെ അത് എടുത്താൽ യൂസ്ഫുൾ ആണ്, കാരണം ഒരുപാട് എക്സ്ട്രാ ഇൻ ഡെപ്ത് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. പക്ഷേ ആസ് എ സ്റ്റാർട്ടിങ്, ഇപ്പൊ നിങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, ഗെയിം ഡെവലപ്മെന്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതൊന്നും ആവശ്യമൊന്നുമില്ല. ലൈക്ക് യു ക്യാൻ ആബ്സൊല്യൂട്ട്ലി ലേൺ ഫോർ ഫ്രീ യൂസിങ് ഫ്രീ റിസോഴ്സസ്. യൂട്യൂബ് ഉണ്ട്, പിന്നെ വേറെ ഏതൊക്കെ പ്ലാറ്റ്ഫോം ഉണ്ടോ അതെല്ലാം യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്. ഞാൻ യൂട്യൂബ് മാത്രം, ലിറ്ററലി യൂട്യൂബ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. കുറെ അതിലിപ്പോ ഫ്രീ കോഡ് ക്യാമ്പ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ ചാനൽസ് ഉണ്ട് യൂട്യൂബിൽ. അവര് അൺറിയൽ എഞ്ചിന്റെ കോഴ്സ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ലൈക്ക് പഠിച്ച് ഓരോ ദിവസവും കഴിയുമ്പോൾ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ തുടങ്ങി. ആൻഡ് when I reached fourth year, like when I passed out of fourth year, I had some experience with Unreal Engine, but projects wise experience എനിക്ക് സ്റ്റിൽ കുറവായിരുന്നു. കാരണം ഫോർത്ത് ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ ബേസിക്കലി അൺറിയൽ എഞ്ചിൻ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുക, ഒരു മാസ്റ്റർ ചെയ്തു. ലൈക്ക് കുറെ കാര്യങ്ങളെല്ലാം പഠിച്ചു, ഒരു മാസ്റ്റർ ലെവൽ ചെയ്തു. ബട്ട് ഞാൻ പ്രോജക്ട്സ് ബിൽഡ് ചെയ്തത് വളരെ കുറവായിരുന്നു. ഒരു പ്രോജക്റ്റ് ഞാൻ ഫുള്ളി ഫിനിഷ് ചെയ്തിട്ടില്ല. ഞാൻ ലൈക്ക് ഒന്നുകിൽ ഒരു വേൾഡിന്റെ പകുതി ബിൽഡ് ചെയ്യും, അതിന്റെ അവിടെ വെച്ച് നിൽക്കും. ബിക്കോസ് പിന്നീട് ചെയ്യാനുള്ള ടൈം കിട്ടാത്തതുകൊണ്ട്, ബേസിക്കലി മ്യൂലേണിൽ തന്നെ കുറെ വർക്കും കാര്യങ്ങളും വരുന്നതുകൊണ്ട് എനിക്കത് ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെ വേൾഡ് ഞാൻ എന്തെങ്കിലും കുറച്ച് ബിൽഡ് ചെയ്തിട്ട് അവിടെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ചെയ്യും. പിന്നെ വേറെ എന്തെങ്കിലും ക്യാരക്ടേഴ്സിനെയൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് അതിന്റെ എന്തെങ്കിലും വർക്ക് ചെയ്യും. ആൻഡ് എല്ലാം അൺഫിനിഷ്ഡ് വർക്കുകളായിരുന്നു ഞാൻ ചെയ്തത്. ഒന്നും ലൈക്ക് കംപ്ലീറ്റ് ആയ ഒരു പോർട്ട്ഫോളിയോ സംഭവം എനിക്ക് ഇല്ലായിരുന്നു. ബട്ട് എനിക്ക് സ്കില്ലുണ്ടെന്നും എനിക്ക് ഇതെല്ലാം ചെയ്യാൻ അറിയാമെന്നും ഈ എൻ്റെ കൂടെ മ്യൂപ്ലേയിലൊക്കെ വർക്ക് ചെയ്ത കമ്പനീസിലെ ആൾക്കാർക്ക് അറിയാം. ബിക്കോസ് ഞാൻ അവരുമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി. ലൈക്ക് തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ആ 2 ഇയർ, പിന്നെ ഉള്ള കുറെ മാസങ്ങളെല്ലാം ഞാൻ ആ മ്യൂപ്ലേ ആയിട്ട് ചേർന്ന് ആ കമ്പനീസുമായിട്ട് ചേർന്നാണ് വർക്ക് ചെയ്തത്. ഈ GGJ നടത്താനായാലും, പിന്നെ മ്യൂപ്ലേയുടെ ലോഞ്ച്, ആ കമ്മ്യൂണിറ്റി നമ്മൾ തുടങ്ങിയതും അതിന്റെ ലോഞ്ച് ചെയ്തതും അതിന്റെ ലൈക്ക് എല്ലാ വർക്ക്സും കാര്യങ്ങളും എല്ലാം ആ കമ്പനീസുമായിട്ട് നമ്മൾ ചേർന്ന് കൊളാബ് ചെയ്തപ്പോൾ ലൈക്ക് ഐ വാസ് ദെയർ ദ എൻറ്റയർ ടൈം. എവറിത്തിങ് ലൈക്ക് ഓർഗനൈസ് ഒക്കെ ചെയ്തത് എല്ലാം നമ്മൾ തന്നെയായിരുന്നു. സോ ദേ ഹാവ് സീൻ മൈ വർക്ക്. അവർക്ക് അറിയാം, അവർക്ക് ഒരു ബേസിക്കലി ഇന്റർവ്യൂവിന്റെ ആവശ്യം പോലും ഇല്ല. അവർ എന്തിനാ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ മ്യൂപ്ലേറ്റ് കൊളാബ് ചെയ്ത് പാർട്ണർ ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനീസ് ആണ്. ഈ ടിൽറ്റ് ലാബ്സ്, ബൺസൺ സ്റ്റുഡിയോസ്, നോറിയൻ ഗെയിംസ്, ഓഫ്ലൈൻ ഹ്യൂമൻസ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ കുറെ കമ്പനീസ് ഉണ്ട്. സോ അവർക്ക് they were working closely with me ആ ഒരു പീരീഡ് ഓഫ് 2 years ഫുള്ള്. സോ ഞാനിപ്പോൾ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടോ, അതൊന്നും അവർക്ക് അറിയണ്ട. കാരണം ബിക്കോസ് ദേ നോ ഐ നോ സ്റ്റഫ്സ്. ലൈക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കണ്ടിട്ടുണ്ട്, ഞാൻ റിലയൻസിൽ വർക്ക് ചെയ്യുന്നവർ കണ്ടിട്ടുണ്ട്. സോ ബേസിക്കലി അവർക്ക് എൻ്റെ സ്കിൽ ലെവൽ എത്രയാണെന്ന് അറിയായിരുന്നു. സോ ഫോർത്ത് ഇയർ കഴിഞ്ഞപ്പോൾ what I got was ടിൽറ്റ് ലാബ്സിലെ CEO നിഖിൽ ചന്ദ്രൻ എന്ന് പറയും. ആൻഡ് നിഖിൽ ചന്ദ്രൻ സാറ് ആക്ച്വലി എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു ഫോർത്ത് ഇയർ പാസ് ഔട്ട് ആയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആയി എന്ന് പറഞ്ഞു. ദെൻ പുള്ളി നെക്സ്റ്റ് പറഞ്ഞു വെച്ചാൽ നാളെ നീ ഇങ്ങ് വരിക, നമുക്ക് സംസാരിച്ചിട്ട് നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് ഇവിടെ ഹയർ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ലൈക്ക് സ്റ്റാർട്ട് ഫ്രം ടുമാറോ എന്നാണ് എൻ്റെ അടുത്ത് ഫസ്റ്റ് കോളിൽ പറഞ്ഞത്. അപ്പോൾ I basically didn't even had an interview, like ഒരു പ്രോപ്പർ ഇന്റർവ്യൂ ഒന്നും പോലും എനിക്കില്ല. എൻ്റെ മാർക്കോ അല്ലെങ്കിൽ എൻ്റെ അക്കാഡമിക്സ് അതൊന്നും ലൈക്ക് they didn't care because they know എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്നുള്ളത്. സോ ബേസിക്കലി അങ്ങനെയായിരുന്നു എൻ്റെ കരിയർ ബേസിക്കലി ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഞാൻ ഈ പറയുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ മ്യൂലേണിലും മ്യൂപ്ലേയിലൊക്കെ ഇങ്ങനെ ചെയ്തത് കൊണ്ടാണല്ലോ ലൈക്ക് എനിക്ക് കിട്ടിയത്, അപ്പൊ അതിലൊന്നും നമ്മൾ ഇൻവോൾവ് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടൂല എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നോ, നിങ്ങൾക്ക് ബിക്കോസ് ബാക്കിയുള്ള ഇതുപോലത്തെ ആൾക്കാർക്ക് ഇതുപോലെ കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി കമ്മ്യൂണിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാൻ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. ദെൻ എനിക്ക് ശേഷം ആ കമ്മ്യൂണിറ്റിക്കകത്ത് ജസ്റ്റ് വന്ന് ജോയിൻ ചെയ്ത ആൾക്കാർ തന്നെ ഇതുപോലെ വർക്ക്സ് എല്ലാം ഷോക്കേസ് ചെയ്യും. പല ഇതുപോലെ GGJ അല്ലെങ്കിൽ വേറെ നമ്മൾക്ക് പെർമ്യൂട്ട് എന്ന് പറഞ്ഞ ഇവന്റ് ഉണ്ടായിരുന്നു, അതും നിങ്ങൾക്ക് അറിയായിരിക്കും. പെർമ്യൂട്ട് എന്ന ഇവന്റ് കുറച്ച് നാളുമ്പേ നടന്നപ്പോൾ അവിടെ ഈ മ്യൂപ്ലേയിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റുഡന്റ്, ഒരു കുട്ടി അവിടെ വന്നിട്ട്
ജസ്റ്റ് അവൻ ഉണ്ടാക്കിയ ഗെയിംസ് ഒക്കെ ഒന്ന് എക്സിബിറ്റ് ചെയ്തു. ജസ്റ്റ് ഒരു ടി വിയിൽ അവൻ എക്സിബിറ്റ് ചെയ്തു അവന്റെ ഗെയിംസ് എല്ലാം. അപ്പൊ ആ സ്ഥലത്ത് നമ്മുടെ ഈ മ്യൂപ്ലേ ആയിട്ട് പാർട്ണർ ആയിട്ടുള്ള ഈ ഗെയിമിംഗ് കമ്പനീസ് അവിടെ അതിന്റെ ഗെയിമിംഗ് കമ്പനീസിന്റെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ദേ സോ ദ സ്റ്റഫ് ആൻഡ് എൻക്വയറി ചെയ്തു ആരാണെന്ന്. അപ്പം പറഞ്ഞു മ്യൂപ്ലേയിലുള്ള ഒരു മെമ്പർ ആണെന്ന് പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ഡേ തന്നെ അവന് ഹയർ ചെയ്തു. ഏതൊരു കമ്പനി ഏതാണെന്ന് ഓർമ്മ വരുന്നില്ല. ഒരു കമ്പനി അവന് ഹയർ ചെയ്തു അവന്റെ വർക്ക് കണ്ടിട്ട്. സോ ബേസിക്കലി ഇതാണ് നമ്മുടെ ഈ ഏരിയയിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പാത്ത് സെറ്റ് ചെയ്യാൻ അതായത് ഞാനിപ്പോ ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്തു, അവർ എന്നെ ആയിട്ട് ക്ലോസ്ലി വർക്ക് ചെയ്തുകൊണ്ട് അവർക്ക് എന്നെ അറിയാം, അതുകൊണ്ട് ലൈക്ക് എന്നെ എടുത്തു. ബട്ട് ഇനി വരുന്ന ആൾക്കാർക്ക് ഇതുപോലത്തെ ഒരു പാത്ത് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോയിൽ കൂടെ കയറി ഇറങ്ങി പോകാനുള്ള ഒരു സംഭവമാണ് ആക്ച്വലി നമ്മൾ സെറ്റ് ചെയ്തത്. സോ യാ, എൻ്റെ കരിയർ ഇങ്ങനെയാണ് പോയത്. ആൻഡ് ടെൽറ്റ് ലാബ്സ് എന്നെ ഹയർ ചെയ്യുകയാണ് ചെയ്തത്. ദെൻ ഫ്രം ദെൻ ഓൺ ഞാൻ ഒരുപാട് ലൈക്ക് വേറെ വേറെ പ്രോജക്ട്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ബേസിക്കലി എനിക്ക് ഇന്റർവ്യൂ ഒന്നും ഇല്ലാതെയാണ് എടുത്തത്. ബട്ട് ഒരു ഫോർമാലിറ്റിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ആക്ച്വലി. ആൻഡ് എൻ്റെ ആവശ്യമില്ല, ബിക്കോസ് ദേ ന്യൂ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. സോ ബിക്കോസ് 3 വർഷമായിട്ട് അവർ എൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. സോ അവരെന്നെ കണ്ടിട്ടുണ്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ. സോ യാ, ബേസിക്കലി അതാണ്. അതിനുശേഷം ഞാൻ ചെയ്തത് ഇപ്പോൾ കറന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൺറിയൽ എഞ്ചിന്റെ അകത്ത് പുതിയൊരു സംഭവമുണ്ട്. ലൈക്ക് UEFN എന്ന് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? UEFN. ഫോർട്ട്നൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫോർട്ട്നൈറ്റ് അറിയാലോ എല്ലാവർക്കും. ഫോർട്ട്നൈറ്റ് എന്ന ഗെയിം അറിയാലോ അല്ലേ? ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ റിയാക്ട്. സോ ഫോർട്ട്നൈറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഭയങ്കര ഹ്യൂജ് ഗെയിമാണ്. സോ ഫോർട്ട്നൈറ്റ് കളിക്കുന്ന ആൾക്കാർ ഉണ്ടായിരിക്കും ഇവിടെ. അവരുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അവരുടെ കൊളാബറേഷൻസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവര് ഓരോ പ്രാവശ്യവും വലിയ വലിയ ബ്രാൻഡ്സ് ആയിട്ടാണ് എപ്പോഴും കൊളാബ് ചെയ്യുന്നത്. ലൈക്ക് ഇപ്പോൾ റീസെന്റ് സൂപ്പർമാന്റെ മൂവി ഇറങ്ങിയില്ലേ, അപ്പൊ സൂപ്പർമാനുമായിട്ട് അവര് കൊളാബ് ചെയ്ത് സൂപ്പർമാന്റെ സ്കിന്നും കാര്യങ്ങളും കൊണ്ടുവന്നു. ഇതിനു മുമ്പ് ബാറ്റ്മാൻ കൊണ്ടുവന്നു, ഇതിനു മുമ്പ് പിന്നെ അയൺമാൻ കൊണ്ടുവന്നു, സ്പൈഡർമാൻ കൊണ്ടുവന്നു, പിന്നെ സിംഗേഴ്സ് ഇപ്പൊ ബ്രൂണോ മാർസിനെ അറിയാം, ബ്രൂണോ മാർസിന്റെ സ്കിന്ന് കൊണ്ടുവന്നു, മുമ്പ് എമിനമിന്റെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അവരെ കൊണ്ടുവരാത്ത ആരുമില്ല. ദേ ലൈക്ക് കൊളാബ് വിത്ത് എവറി ബിഗ് ബ്രാൻഡ്സ് ആൻഡ് എവറി ബിഗ് പേഴ്സണാലിറ്റീസ്. സോ അത് എങ്ങനെയാണ് അവർ ചെയ്യുന്നത് വെച്ചാൽ അത് എനിക്കും അറിയില്ല. അവർ ലൈക്ക് റിയലി റിച്ച് എന്ന് വേണമെങ്കിൽ പറയാം. സോ മാർവൽ, DC, ലെഗോ, ലൈക്ക് യു നെയിം ഇറ്റ്, എവരും ലൈക്ക് എല്ലാവരുമായിട്ട് അവർ കൊളാബ് ചെയ്യും. ആൻഡ് ഇവർക്ക് ഫോർട്ട്നൈറ്റ് ആക്ച്വലി എപ്പിക്കിന്റെ ആണ്, അതറിയാലോ അല്ലെ? എപ്പിക്കാണ് അൺറിയൽ എഞ്ചിൻ കൊണ്ടുവന്നത്, എപ്പിക്കിന്റെ ആണ് ഫോർട്ട്നൈറ്റ്. സോ എപ്പിക് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കമ്പനിയാണ്, അതൊരു മാർക്കറ്റ് പ്ലേസ് ആണ്, സ്റ്റോർ ആണ്, നമുക്ക് ഗെയിംസ് ബൈ ചെയ്യാൻ പറ്റുന്നത്. ഈ സ്റ്റീം ഒക്കെ പോലെ ഉള്ളതാണ് എപ്പിക് എന്ന് പറയുന്നത്. സോ എപ്പിക് ആണ് അൺറിയൽ എഞ്ചിൻ ബിൽഡ് ചെയ്തത്, എപ്പിക് ആണ് ഫോർട്ട്നൈറ്റ് കൊണ്ടുവന്നത്. സോ ഇവര് ബേസിക്കലി ഫസ്റ്റ് ഫോർട്ട്നൈറ്റ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ബാറ്റിൽ റോയൽ ഗെയിം ആയിട്ടാണ്. ബട്ട് ഇപ്പോൾ നിങ്ങൾ ഫോർട്ട്നൈറ്റ് കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അറിയാം, അതിൻ്റെ അകത്ത് ജനറേറ്റഡ് കണ്ടന്റ്സ് കുറേ ഉണ്ട്. അതായത് വേറെ പ്ലേയേഴ്സ് തന്നെ അല്ലെങ്കിൽ ആർക്ക് വേണോ അതിൻ്റെ അകത്ത് മാപ്പും ഐലൻഡ്സും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അത് അവർ ഇപ്പോൾ കൊണ്ടുവന്നൊരു സംഭവമാണ്. അതിനെയാണ് UEFN എന്ന് പറയുന്നത്. UEFN എന്ന് പറയുന്നത് അൺറിയൽ എഡിറ്റർ ഫോർ ഫോർട്ട്നൈറ്റ് എന്ന് പറയും. സോ അൺറിയൽ എഞ്ചിന്റെ വേറൊരു വേർഷൻ ഓഫ് എഞ്ചിനാണ്. വേണമെങ്കിൽ അൺറിയൽ എഞ്ചിന്റെ ഒരു ലിറ്റിൽ ബ്രദർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ UEFN എന്ന് പറയുന്നത്. സോ ഈ UEFN എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എൻ എഞ്ചിൻ. ആ എഞ്ചിൻ ഉപയോഗിച്ച് ഇപ്പോൾ അൺറിയൽ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ടാക്കാം അല്ലെ? പക്ഷെ UEFN ഉപയോഗിച്ച് നമുക്ക് ഫോർട്ട്നൈറ്റിന്റെ അകത്ത് മാത്രമേ ഗെയിംസ് ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഗെയിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് പല ടൈപ്പിലുള്ള ഗെയിംസ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഫോർട്ട്നൈറ്റിന്റെ അകത്ത് തന്നെ പബ്ലിഷ് ചെയ്യാൻ പറ്റും. ആൻഡ് പബ്ലിഷ് ചെയ്യുമ്പോൾ വേറെ ഫോർട്ട്നൈറ്റിന്റെ ഓഡിയൻസ് ലൈക്ക് ഫോർട്ട്നൈറ്റ് ഇപ്പോൾ 400 മില്യൺ പ്ലസ് ഓഡിയൻസ് ഉണ്ട്. സോ ഫോർട്ട്നൈറ്റ് കളിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കളിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കയറി നോക്കി ഒരുപാട് ലൈക്ക് മാപ്സ് അതിൻ്റെ അകത്ത് കാണാം. ഇതെല്ലാം വേറെ നിങ്ങളെപ്പോലെയുള്ള തന്നെ വേറെ പ്ലേയേഴ്സ് അല്ലെങ്കിൽ വേറെ ആൾക്കാർ ഉണ്ടാക്കി ഇട്ടതാണ്. സോ എന്താണ് ഇവിടെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ, നോർമൽ ട്രഡീഷണൽ ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലൈക്ക് ഇയേഴ്സ് എടുക്കും ഒരു ഗെയിം ഉണ്ടാക്കി തീരാൻ. അൺറിയൽ എഞ്ചിൻ ആയാലും യൂണിറ്റി ആയാലും അതിലൊക്കെ ഒരു ബേസിക്കലി ഒരു AAA ഗെയിം ഉണ്ടാക്കണമെങ്കിൽ 5-6 വർഷം എടുക്കും, ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കും. അതിനൊരു 100 പേരുടെ ഒരു ടീമെങ്കിലും വേണ്ടി വരും. പിന്നെ അത് പ്രൊഡക്ഷൻ തന്നെ ഒരുപാട് കോസ്റ്റ് ആവും. ദെൻ മാർക്കറ്റ് ചെയ്യണം, മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത് പബ്ലിഷ് ചെയ്യണം. പബ്ലിഷ് ചെയ്യാൻ ഭയങ്കര മെനക്കേടാണ്. കറക്റ്റ് മാർക്കറ്റിംഗ് നടന്നില്ലെങ്കിൽ നേരെ പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല, ഓഡിയൻസ് കിട്ടിയില്ലെങ്കിൽ ഗെയിം ഫ്ലോപ്പ് ആവും, പിന്നെ ഒരുപാട് പൈസ നഷ്ടം വരും, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ഇവിടെ ബേസിക്കലി ഒന്നുമില്ല, ജസ്റ്റ്
UEFN കയറുന്നു, നമ്മൾ എന്തെങ്കിലും ഐലൻഡ് സംതിങ് ഒരു എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഡയറക്ട്ലി അത് ഫോർട്ട്നൈറ്റിലേക്ക് പബ്ലിഷ് ചെയ്യാം. നമുക്ക് പൈസ വേണ്ട, ഒരാൾ മാത്രം മതിയാവും ഇത് ക്രിയേറ്റ് ചെയ്യാൻ. നമുക്ക് ലൈക്ക് പൈസയുടെ ആവശ്യം ഒന്നുമില്ല ഇതെല്ലാം പബ്ലിഷ് ചെയ്യാനൊന്നും. ഡയറക്ട്ലി ഫോർട്ട്നൈറ്റിലേക്ക് ഇടുകയാണ്. അപ്പോൾ ബാക്കി ഫോർട്ട്നൈറ്റിൽ ഇനി കളിക്കാൻ കയറുന്ന ആൾക്കാർക്ക് ഈ മാപ്പ് കാണുകയും ഈ മാപ്പിൽ വന്ന് ലൈക്ക് പ്ലേ ചെയ്യുകയും ചെയ്യാം. ആൻഡ് ഇപ്പോൾ ഞാൻ ഇതുപോലൊരു മാപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ ആ മാപ്പിൻ്റെ അകത്ത് പ്ലെയർ എൻഗേജ്മെന്റ് കൂടുതലാണെങ്കിൽ, ലൈക്ക് ഓരോ ടൈമിലും പീക്ക് 1K 2K പ്ലേയേഴ്സ് ഒക്കെ എൻ്റെ മാപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ, കളിക്കാൻ വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ, ഐ വിൽ ഗെറ്റ് മണി ഫ്രം എപ്പിക്. അവർക്ക് ഒരു ക്രിയേറ്റർ എക്കണോമി ഒരു സംഭവമുണ്ട്. ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഇട്ട മാപ്പിൽ എത്ര പ്ലെയർ എൻഗേജ്മെന്റ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതനുസരിച്ച് അവർ എന്ത് ചെയ്യും, ലൈക്ക് പേയ്മെന്റ്സ് തരും. സോ ഇത് ഇവർ തുടങ്ങിയത് ഭയങ്കര ചെറുതായിട്ടാണെങ്കിലും ഇപ്പോൾ ഇതൊരു ബിസിനസ് മോഡലായിട്ട് മാറി. ബിക്കോസ് കമ്പനീസ് ആർ സ്റ്റാർട്ടിങ് ടു യൂസ് UEFN ടു ബിൽഡ് സ്റ്റഫ്സ് ഇൻസൈഡ് ഫോർട്ട്നൈറ്റ്, സോ ദേ ക്യാൻ ഗെയിൻ. അപ്പോൾ ഇപ്പോൾ പല ഗെയിമിംഗ് കമ്പനീസിലും ഒരു സെപ്പറേറ്റ് ഡിവിഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. UEFN അറിയാവുന്ന ആൾക്കാർ അല്ലെങ്കിൽ UEFN വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അത് ഇപ്പോൾ പോപ്പുലറായി, ഭയങ്കര പോപ്പുലറാണ്. ആൻഡ് പോപ്പുലർ ആയത് കാരണം അതിപ്പോൾ ഒരു കരിയർ പാത്തായി തന്നെ മാറി. UEFN ഡെവലപ്പർ എന്നൊരു പുതിയ റോള് തന്നെ വന്നു. ഓക്കെ, അപ്പോൾ ലൈക്ക് ഇത് ഭയങ്കര ഗ്രോയിങ് ആയിട്ടുള്ള ഒരു റോളാണ് ആ സംഭവം. ഭയങ്കര സ്കോപ്പുള്ള, ആൻഡ് ഇത് ഉണ്ടായിട്ട് 2 വർഷമായുള്ളൂ. 2023 UEFN റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഈ 2 years കൊണ്ട് അവർ ഓൾമോസ്റ്റ് ലൈക്ക് മില്യൺസ് ഓഫ് ലൈക്ക് ഡോളേഴ്സ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റേഴ്സിന് അവർ കൊടുത്തിരിക്കുന്നത്. സോ ഇതൊരു ബഡ്ഡിങ് ആയ അല്ലെങ്കിൽ ഗ്രോയിങ് ആയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് അവർ ചെയ്തത്. ആൻഡ് കമ്പനീസ് ആർ സ്റ്റാർട്ടിങ് ടു അഡോപ്റ്റ് ഇറ്റ്. ആൻഡ് ഒരു സെപ്പറേറ്റ് വിങ് പോലെ അവരിത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ കറന്റ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ബേസിക്കലി അൺറിയൽ എഞ്ചിൻ ആണ് ഞാൻ പഠിച്ചെല്ലാം തുടങ്ങിയെങ്കിൽ ഇപ്പോൾ ബേസിക്കലി ഞാൻ UEFN ഡെവലപ്പർ. ആൻഡ് നമ്മുടെ കമ്പനി UEFൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷനാണ് ഞാനിപ്പോൾ ലീഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ നോക്കുന്നത് കമ്പനിയിൽ. സോ അപ്പോൾ ബേസിക്കലി ഇത്രയാണ് എൻ്റെ ഒരു കരിയർ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഇവിടെയുള്ള എല്ലാവരും എത്ര 43 ആൾക്കാരുണ്ടല്ലേ, എല്ലാവരും ഗെയിം ഡെവലപ്മെന്റ് തന്നെ ഇഷ്ടമുള്ള മീൻസ് വന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ അത് ഇഷ്ടമുള്ളവരും കാണും, അതിൽ കരിയർ ചൂസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരും കാണും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ആക്ച്വലി കമ്പനീസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫൈൻഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. മുമ്പ് ഞാൻ ഫേസ് ചെയ്ത് തന്നത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇവരെ എങ്ങനെ കണ്ടെത്തണം, ഇവിടെ എന്തെങ്കിലും ഉണ്ടോ, ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സോ അതായിരുന്നു ഞാൻ മെയിൻലി ഫേസ് ചെയ്ത ഇഷ്യൂ. ബട്ട് അത് ഞാൻ സോൾവ് ചെയ്തെന്ന് വെച്ചാൽ മ്യൂലേൺ കണ്ടെത്തുകയും പിന്നെ ഞാൻ ഇതുപോലെ ഇനി വരുന്ന പിള്ളേർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് മ്യൂപ്ലേ എന്ന കമ്മ്യൂണിറ്റിയും ക്രിയേറ്റ് ചെയ്തത്. സോ ഇതെല്ലാം യൂസ് ചെയ്യാൻ നോക്കുക. ഗെയിം ഡെവലപ്പിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ സ്പെഷ്യലി പറയുന്നത്. ഇത് യൂസ് ചെയ്യാൻ നോക്കുക, ഈ റിസോഴ്സസ് യൂസ് ചെയ്യാൻ നോക്കുക. റിസോഴ്സസ് എല്ലാം അവിടെ ഉണ്ട്, അത് കണ്ടുപിടിച്ചാൽ മതി. ആൻഡ് അത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ലൈക്ക് ബേസിക്കലി മനസ്സിലാവും എന്തൊക്കെ സ്കോപ്പാണ് ഉള്ളതെന്ന്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കമ്പനി ടിൽറ്റ് ലാബ്സ് ബേസിക്കലി എത്ര ലാർജ് എനിക്ക് തോന്നുന്നു പലർക്കും ചിലപ്പോൾ കേട്ടിട്ടില്ലായിരിക്കും. ഞാൻ പറഞ്ഞ കമ്പനീസിന്റെ പേരൊന്നും കേട്ടിട്ടില്ലായിരിക്കും. ബിക്കോസ് ഞാൻ പറഞ്ഞില്ല, അവര് നോട്ടി ഡോഗോ മറ്റേ റോക്ക് സ്റ്റാർസ് പോലൊന്നും അല്ല, യൂബിസോഫ്റ്റ് അവർ പോലൊന്നും അല്ല. ഇവര് ചെയ്യുന്ന എന്തായാലും ഡിഫറെന്റ് വർക്ക്സ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു അമേരിക്കൻ കമ്പനി തന്നെ ഒരു വലിയ ഗെയിം ഡെവലപ്പ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ഗെയിം ടോട്ടലി ഫ്രം സ്ക്രാച്ച് ടു എൻഡ് അവരുടെ ടീം ആയിരിക്കില്ല ചിലപ്പോൾ ചെയ്യുന്നത്. അതിന്റെ ഒരു പോർഷൻ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ മാപ്പിന്റെ ഒരു സെക്ഷൻ, അല്ലെങ്കിൽ എൻ്റെ മാപ്പ് തന്നെ ബിൽഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അവർ ആ വർക്ക് വേറെ പുറത്ത് കൊടുക്കും. അത് ഓരോ പ്രോജക്ട്സ് ആയിട്ട് കൊടുക്കും. ഇപ്പൊ നിങ്ങൾ വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഒക്കെ ചെയ്യുമ്പോൾ അറിയാലോ, ഓരോ കമ്പനീസ് അവരുടെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക. അവിടെ ഇപ്പോൾ വെബ് ഡെവലപ്പേഴ്സ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരു വേറെ വർക്കൊക്കെ ഉള്ളതുകൊണ്ട് വേറെ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടി അവരെ എന്തെങ്കിലും ചെറിയ വർക്ക് വേറെ കമ്പനിയെ കൊണ്ട് അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കൊണ്ട് ഫ്രീലാൻസ് പോലെ ചെയ്യിപ്പിക്കും. അതുപോലെ ഗെയിമിംഗ് കമ്പനീസ് ചെയ്യുന്നതുകൊണ്ട്, ഗെയിമിംഗ് എന്ന് പറയുന്നത് വലിയൊരു ലൈഫ് സൈക്കിൾ തന്നെ ഉണ്ട് ഗെയിം ഡെവലപ്മെന്റിന്. അപ്പൊ ഇതിന്റെ ചില വർക്ക്സ്, ചില പോർഷൻ ഓഫ് വർക്ക്സ് ഇങ്ങനെ വേറെ കമ്പനീസിന് കൊടുക്കും. ഇങ്ങനത്തെ വർക്ക്സ് കൂടുതൽ എടുത്ത് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ കമ്പനീസ് ആണ് ആക്ച്വലി. പക്ഷെ അത് ആരും അറിയാത്തത് ഇങ്ങനത്തെ വർക്ക് ആയതുകൊണ്ടാണ്. ഈ ഒരു പോർഷൻ ഓഫ് വർക്ക് ചെയ്യുമ്പോൾ ആരും അറിയത്തില്ല, അവരെ അത്രയും ചെയ്തിട്ടുണ്ട്, ഇവർ ഇത്രയും ചെയ്തിട്ടുണ്ട്. അത് ലൈക്ക് ഒരു പബ്ലിസിറ്റി ഉള്ള സംഭവമല്ല. സോ എന്റെ കമ്പനി ഈസ് ബേസിക്കലി ഡീലിംഗ് വിത്ത് US പ്രോജക്ട്സ്. ഇപ്പോൾ ഇൻസോമിനിക് ആയിട്ട് ഇതുപോലത്തെ ലൈക്ക് നോട്ടി ഡോഗ്, റോക്ക് സ്റ്റാർസ് ഇതുപോലത്തെ കുറെ കമ്പനീസിന്റെ ഗെയിമിലെ ചില വർക്ക്സ്, ചില പോർഷൻസും കാര്യങ്ങളും ഒക്കെ എടുത്ത് ചെയ്ത് വർക്ക് പിടിച്ചിട്ട് പ്രോജക്റ്റ് ആയിട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കി കൊടുക്കുന്ന ഒരു സർവീസ് ബേസ്ഡ് കമ്പനി പോലെയാണ് എൻ്റെ കമ്പനി മെയിൻലി വർക്ക് ചെയ്യുന്നത്. അത് ഒരു വിഭാഗം. ദെൻ വി ഓൾസോ വർക്ക് ഓൺ AR VR.
AR/VR എന്നൊരു ഏരിയ നമുക്കുണ്ട്. നമ്മൾ ഗവൺമെന്റുമായിട്ട് ലൈക്ക് കൊളാബ് ചെയ്തിട്ട് അവരുടെ കുറെ പ്രോബ്ലംസ് ഉണ്ട് ഗവൺമെന്റ്, അത് AR-ഉം VR-ഉം വെച്ച് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നതിന്റെ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഉള്ളതാണ് കുറച്ച് ഹൈലൈറ്റ് ആയിട്ടുള്ള പാർട്ട്. അത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവും. മൂവീസിലും വർക്ക് ചെയ്യാറുണ്ട് ആക്ച്വലി എൻ്റെ കമ്പനി. അൺറിയൽ എഞ്ചിനിൽ നമുക്ക് മൂവീസും ചെയ്യാൻ പറ്റും. സോ എൻ്റെ കമ്പനി, നിങ്ങൾ ARM സിനിമ അറിയാമോ? ARM സിനിമ നിങ്ങൾ കണ്ടു കാണും. ARM അറിയാലോ അല്ലേ? അറിയാമെങ്കിൽ യു ക്യാൻ ഹാൻഡ് റൈസ് ഓർ റിയാക്ട്. ARM ടൊവിനോ ഒരു സിനിമ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ARM ആ സിനിമ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ പ്രീ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതായത് ആ സിനിമയുടെ എൻറ്റയർ ലൈക്ക് ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ആ ഫുൾ സിനിമ ആനിമേറ്റഡ് ആയിട്ട് അൺറിയൽ എഞ്ചിനിൽ ചെയ്ത് ഡയറക്ടറിന് കൊടുക്കും. അപ്പോൾ ആ ഡയറക്ടർ ആ ഓരോ സീൻസും ആ ആനിമേറ്റഡ് ആയിട്ടുള്ള ഓരോ സീൻസും നോക്കിയിട്ടായിരിക്കും റിയൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ പ്രീ വിഷ്വലൈസേഷൻ ചെയ്ത് കൊടുത്തത് ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. ടിൽറ്റ് ലാബ്സ് ആണ് ARM-ന്റെ പ്രീ വിഷ്വലൈസേഷൻ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് ഒരു കാര്യം ചെയ്യാം, യൂട്യൂബിൽ ചെന്നിട്ട് ARM-ന്റെ ട്രെയിലർ നോക്കുക. ആ ട്രെയിലറിൽ ഡിസ്ക്രിപ്ഷൻ നോക്കുക. ഡിസ്ക്രിപ്ഷനിൽ താഴെ പ്രീവിസ് എന്ന് പറഞ്ഞിട്ട് ടിൽറ്റ് ലാബ്സിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സോ ARM അറിയാലോ, ഭയങ്കര ഹിറ്റ് ആയിരുന്നു അല്ലേ, ഭയങ്കര ഹ്യൂജ് സക്സസ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഡയറക്ടർ പല ഇന്റർവ്യൂവിലും ചെന്ന് നമ്മുടെ കമ്പനിയെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അവർ ഒരു കിടിലായിട്ടാണ് വർക്ക് ചെയ്തതെന്നുള്ള. അതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് മൂവി വർക്കും നമ്മുടെ കമ്പനീസിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് അജയ് ദേവിന്റെ ഒരു ഹിന്ദി സിനിമ വരുന്നുണ്ട്. അപ്പോൾ അതും അതിന്റെ പ്രീ വിഷ്വലൈസേഷൻ ആക്ച്വലി നമ്മുടെ കമ്പനി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വർക്ക് നമ്മുടെ കമ്പനിക്കാണ് കിട്ടിയിരിക്കുന്നത്. സോ അപ്പോൾ ബേസിക്കലി ആ ഓപ്പർച്യൂണിറ്റീസ് ജസ്റ്റ് ഞാൻ പറയാണ്, ഗെയിമിംഗ് മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ല. നമ്മുടെ ഇവിടത്തെ ഇന്ത്യയിലുള്ള ഗെയിമിംഗ് കമ്പനീസ് എന്ന് പറഞ്ഞാൽ അവർ വേറെ കമ്പനീസിന്റെ വർക്ക് ചെയ്ത് കൊടുക്കുന്നു, മൂവീസിന്റെ വർക്ക് ചെയ്യുന്നു, AR/VR ആയിട്ട് ഗവൺമെന്റ് ആയിട്ട് അലൈൻ ചെയ്ത് ചെയ്യുന്നു, ദെൻ ഗെയിമിങ്ങും ചെയ്യുന്നു, സ്വന്തമായിട്ട് ഗെയിംസ് ഇറക്കാറുണ്ട്, ലൈക്ക് സ്മോൾ സ്കെയിൽ ഗെയിംസ് ഒക്കെ ഇറക്കാറുണ്ട്. ദെൻ ഇപ്പൊ പുതുതായിട്ട് UEFനും തുടങ്ങിയിട്ടുണ്ട്. ആ ഏരിയയിലാണ് ഞാനും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ ബേസിക്കലി ഒരുപാട് കാര്യങ്ങളാണ് അറ്റ് എ ടൈം നമ്മുടെ ഇവിടെ ഉള്ള ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള ഗെയിമിംഗ് കമ്പനീസ് ചെയ്യുന്നു. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഇതെല്ലാം ഞാൻ അറിഞ്ഞു തുടങ്ങിയത് ഇങ്ങനെ കമ്മ്യൂണിറ്റി ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് തുടങ്ങിയ ശേഷം. അപ്പോൾ നിങ്ങളും ഇപ്പോൾ ആ ഒരു ഏരിയയിൽ പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ലേൺ ചെയ്യുക, സെൽഫ് സ്റ്റഡി ചെയ്യുക. മ്യൂലേൺ ഈസ് എ ലൈക്ക് ഗ്രേറ്റ് പ്ലേസ്. മ്യൂലേണിൽ ഇപ്പോൾ ഗെയിം ഡെവലപ്മെന്റ് IG എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ അതിൽ കൂടെ നിങ്ങൾക്ക് ഗെയിം ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ പഠിക്കാം. ഫ്രീ ആയിട്ടാണ് റിസോഴ്സസ് കിട്ടുന്നത്. സ്റ്റാർട്ട് ചെയ്യാം, യൂട്യൂബ് യൂസ് ചെയ്യാം, വേറെ എന്തെങ്കിലുമൊക്കെ റിസോഴ്സ് ഉണ്ടെങ്കിൽ മ്യൂലേണിൽ നിന്നൊക്കെ കിട്ടും. അപ്പൊ അത് യൂസ് ചെയ്ത് കരിയർ കിക്ക് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ അത് കണ്ടിന്യൂ ചെയ്തിട്ട് മ്യൂപ്ലേ ആയിട്ട് കൊളാബ് ചെയ്യാൻ വല്ല നോക്കാം. മ്യൂപ്ലേ നിങ്ങളുടെ കോളേജിൽ ഇല്ലാന്ന് തോന്നുന്നു, ബട്ട് മ്യൂലേൺ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. മ്യൂപ്ലേ തന്നെ വേണമെന്ന് ഞാൻ പറയുന്നില്ല. മ്യൂലേണിന്റെ അകത്തും ഗെയിം ഡെവലപ്മെന്റ് IG ഉണ്ടല്ലോ. സോ അതിൽ കൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ നോക്കി. ഇനി അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മ്യൂലേൺ ഒന്നും പറ്റൂല എന്നുണ്ടെങ്കിലും യൂട്യൂബിൽ ചെന്ന് പഠിക്കാന്നുള്ളൂ. യൂട്യൂബ് എല്ലാവർക്കും ഉള്ളതല്ലേ. സോ യൂട്യൂബിൽ ചെല്ലുക, കാര്യങ്ങളൊക്കെ പഠിക്കുക. ദെൻ ഇതുപോലത്തെ കമ്പനീസ് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ദേ ആർ റെഡി ടു ഹയർ. ഒരുപാട് ഓപ്പണിങ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ സ്കില്ല് ബേസിക്കലി അക്കാഡമിക്സോ മാർക്കോ ഒന്നുമല്ല, സ്കില്ലാണ് ബേസിക്കലി ഗെയിമിംഗ് കമ്പനീസ് നോക്കുന്നത്. നിങ്ങളിനി ബിടെക്കില് സപ്ലി വാങ്ങിച്ചിട്ട് പാസ് ഔട്ട് ആയില്ലെങ്കിൽ പോലും ഇഫ് യു നോ ലൈക്ക് സംതിങ് സ്കിൽ ഉണ്ടെങ്കിൽ വിൽ ഗെറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബേസിക്കലി ഈ ഫീൽഡിൽ, ഗെയിം ഡെവലപ്മെന്റ് ഫീൽഡിൽ. ബിക്കോസ് ഇവിടെ സ്കില്ലാണ് ബേസിക്കലി മാറ്റർ ചെയ്യുന്നത്. എൻജിൻസ് യൂസ് ചെയ്യാൻ അറിയാമോ, കോഡിങ് അറിയാമോ, ഓരോ എൻജിൻസിനും ഓരോ അൺറിയൽ എഞ്ചിനിൽ C++ ആണ്, യൂണിറ്റിൽ C# ആണ്. സോ ഇപ്പോൾ UEFN ഞാൻ പറഞ്ഞ ഈ ഒരു ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഏരിയ UEFN എന്ന് പറഞ്ഞ ഏരിയയിൽ ബേസിക്കലി വേർഡ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. VERS വേർഡ്സ് എന്ന് പറയും. പുതിയ ലാംഗ്വേജ് ആണ്, 2 വർഷമായുള്ളൂ അത് ഇറങ്ങിയിട്ട്. സോ ബേസിക്കലി അതിന് ട്യൂട്ടോറിയൽസ് പോലും അവൈലബിൾ അല്ല. സോ കാരണം അത് ആർക്കും അറിയത്തില്ല, 2 വർഷമായുള്ളൂ അത് ഇറങ്ങിയിട്ട്. സോ അത് ലൈക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക്കലി ട്യൂട്ടോറിയൽസ് ഒരിടത്തും ഇല്ല. യൂട്യൂബിൽ 1-2 വീഡിയോ ഒക്കെ ഉള്ളൂ. അതും ഭയങ്കര ഡിഫിക്കൽട്ടാണ് മനസ്സിലാക്കാൻ. സോ അതൊക്കെ വിടുക. സോ ബേസിക്കലി അൺറിയൽ എഞ്ചിൻ അല്ലെങ്കിൽ യൂണിറ്റി ഇതുപോലത്തെ എൻജിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽസ് എങ്ങനെ ഒരു ഫുൾ ഗെയിമിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് യൂട്യൂബിൻ്റെ അകത്തുണ്ട്. കോഡിംഗ് ഉള്ളതും കോഡിംഗ് ഇല്ലാതെ ബ്ലൂ പ്രിന്റ്സ് എന്നൊക്കെ പറഞ്ഞ ടെക്നോളജി ഉണ്ട്. ഇതെല്ലാം വെച്ച് ചെയ്യുന്നതെല്ലാം എവറിത്തിങ് ഈസ് ദെയർ, റിസോഴ്സസ് ആർ ദെയർ. ജസ്റ്റ് അത് യൂസ് ചെയ്യുക, അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ദെൻ നിങ്ങൾ കോളേജ് കഴിയുമ്പോൾ ലൈക്ക് ഒരു നല്ലൊരു ഇന്റർമീഡിയറ്റ് അല്ലെങ്കിൽ അഡ്വാൻസ് ലെവൽ ഓഫ് സ്കിൽസ് ലേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ ഇതിൻ്റെ അകത്ത് കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ ലൈക്ക് അത് ജസ്റ്റ് ഒന്ന് സർഫ് ചെയ്ത് പോയാൽ തന്നെ ഏതൊക്കെ കമ്പനീസ് ഇവിടെ ഉണ്ട്, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ഇവന്റ്സ് നടക്കുന്നു,
ഇതെല്ലാം അറിയാൻ പറ്റും. കോളേജ് ഇപ്പോൾ നമ്മൾ ഒരുപാട് ഇവന്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ കമ്പനി സൈഡിൽ നിന്ന് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഓരോ കോളേജസിലൊക്കെ ചെന്നിട്ട് അവയർനെസ് കൊടുക്കുന്ന കാര്യം, അങ്ങനത്തെ ഒരുപാട് സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ് നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി നിൽക്കുന്നത് ഇന്ത്യയിൽ. സോ ഇനി ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ആവത്തേ ഉള്ളൂ എൻ്റെ ഏരിയയിൽ. ബേസിക്കലി ഗെയിമിംഗ് എന്നത് പണ്ട് എല്ലാവരും ഒരു എന്താ പറയുക, ഒരു മോശമായ ഏരിയ, അത് കളിച്ചാൽ അവൻ ഗെയിം കളിച്ചാൽ അവൻ ടൈം കളയുകയാണ്, വേസ്റ്റ് ആണ് എന്ന് പറയുന്ന ആ ഒരു മനോഭാവം അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് മുമ്പ്. സോ ഇറ്റ്സ് ആക്ച്വലി ചേഞ്ചിങ്. എവരിവൺ ഈസ് അണ്ടർസ്റ്റാൻഡിങ് ദിസ് ഈസ് ബേസിക്കലി ആൻ ഇൻഡസ്ട്രി. ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഗെയിമിംഗ് എന്ന് പറയുന്നത് ചുമ്മാ സമയം കളയാൻ വേണ്ടി ചെയ്യുന്നല്ല. ഇതൊരു ബേസിക്കലി ഒരു ഹയസ്റ്റ് ഗ്രോസിംഗ് ആയിട്ടുള്ള ഇൻഡസ്ട്രി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി നിങ്ങൾക്ക് അറിയാലോ, മ്യൂസിക്, മൂവി, ഗെയിമിംഗ്, ഇതെല്ലാം എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ മണി ഗ്രാബ് ചെയ്യുന്ന എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഏതാണെന്ന് ലൈക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പറയാൻ പറ്റുമെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. കമന്റ് ചെയ്താലും ഓക്കെ ആണ്. ഏത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റബിൾ? മൂവി ആണോ, മ്യൂസിക് ആണോ, ഗെയിമിംഗ് ആണോ എന്ന് നിങ്ങൾക്ക് പറയാം. ഗെയിം ഡെവലപ്പിംഗ് ആണോ? സോ മൂവി എന്ന് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ 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 മൂവി എന്ന് ആൾക്കാർ പറയുന്നത് ആക്ച്വലി ഗെയിമിംഗ് എന്ന് പറയുന്നത് ഈസ് മോർ പ്രോഫിറ്റബിൾ ടു ബി ഓണസ്റ്റ്. ഗെയിം ആണ് ആക്ച്വലി മേക്കിംഗ് മോർ മണി ദെൻ മൂവി അല്ല, ഗെയിം എന്നാണല്ലോ ഞാൻ പറഞ്ഞത് അല്ലേ? ഗെയിമിംഗ് എന്ന ഏരിയ ആണ് മോർ മണി മേക്കിംഗ് ദാൻ മൂവി. ബിക്കോസ് എൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്സ് ഉണ്ട്. ലൈക്ക് ലോകത്തിലെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവി ഏതാണെന്ന് അറിയാമോ? ആസ് ഓഫ് നൗ വേൾഡിലെ മൂവീസ് ആണ് ഞാൻ ചോദിക്കുന്നത്. കേരള, ഇന്ത്യ മാത്രമല്ല, വേൾഡിൽ ടോപ്പ് ഗ്രോസിംഗ് ആയിട്ടുള്ള മൂവി ഏതാണെന്ന് അറിയാമോ? ആർക്കെല്ലാം അറിയാമോ? അവതാർ. ഇറ്റ്സ് കറക്റ്റ്. അവതാർ ആണ് ഇപ്പോൾ ടോപ്പ് ഗ്രോസിംഗ് ആയിട്ട് നിൽക്കുന്നത് മൂവിയിൽ. എത്രയാണ് അവര് നേടിയ മണി എന്നറിയാമോ? ഇറ്റ്സ് ലൈക്ക് ക്ലോസ് ടു 2 ബില്യൺ ഓർ സംതിങ് അല്ലേ? 2 ബില്യൺ സംതിങ് ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല. 2 3 ബില്യൺ സംതിങ് ആണ് അവർ ഗ്രോസ് ചെയ്തത്. ഭയങ്കര ഗ്രോസിംഗ് ആണല്ലേ അത്? കാരണം എത്രയും മണി ഉണ്ടാക്കിയ വേറെ മൂവീസ് ഉണ്ട്, താഴോട്ടുണ്ട്. ബട്ട് അവതാറാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. 2 ബില്യൺ ഒക്കെ നേടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് ഒരു സ്മോൾ ഫീറ്റ് അല്ല, ഇറ്റ്സ് എ ലാർജ് ഫീറ്റ്. സോ അപ്പൊ അത്രയും മണി നേടിയ ഒരു മൂവിയാണ് അവതാർ. ആൻഡ് കുറെ വർഷങ്ങൾ മുമ്പ് GTA 5 എന്നൊരു ഗെയിം ഇറങ്ങി അല്ലേ? അപ്പോൾ GTA 5 ഞാൻ ഇൻഡിവിജ്വൽ പ്രോഡക്റ്റ് ബേസിലാണ് പറയുന്നത്. അവതാർ ആസ് എ പ്രോഡക്റ്റ് മൂവി എന്ന ഇൻഡസ്ട്രിയിൽ നിന്നാണ് അവതാർ എന്ന പ്രോഡക്റ്റ് വന്നത്. ആ പ്രോഡക്റ്റ് ഗെയിൻ ചെയ്തത് 2 ബില്യൺ ആണ്. ആൻഡ് ഇതേ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലുള്ള വേറൊരു ലൈക്ക് സബ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. ഈ ഗെയിം എന്ന ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന ഒരു പ്രോഡക്റ്റ് ആണ് GTA 5. ആൻഡ് ഈ GTA 5 നേടിയ മാർജിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈസ് അബൌട്ട് 6 മില്യൺ ഓർ സംതിങ്. 6 ബില്യൺ. ഓക്കെ, അപ്പോൾ ഇമാജിൻ ചെയ്യുക, ടോപ്പ് ഗ്രോസിംഗ് ആയിട്ടുള്ള മൂവിയിൽ നിന്ന് 4 ബില്യൺ കൂടുതലാണ് ഒരു ഗെയിം ലൈക്ക് ഗെയിൻ ചെയ്തത് ഓർ ഉണ്ടാക്കിയത്. 6 ബില്യൺ ആണ് ആ ഗെയിം ഉണ്ടാക്കിയത്. ആൻഡ് റീസെന്റ് നോക്കുകയാണെങ്കിൽ വൂക്കോങ് എന്നൊരു ഗെയിം ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നാൾക്ക് മുമ്പ്. അതുപോലെ ഇങ്ങനെ ഹിറ്റ് ആവുന്ന ഓരോ ഗെയിമും ലൈക്ക് ഏൺ ചെയ്യുന്ന മണി എന്ന് പറയുന്നത് ലൈക്ക് മൂവീസിനെയും കാട്ടി കൂടുതലാണ്. ഓക്കെ, സോ ഏർണിങ്സ് എന്നത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഗെയിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഭയങ്കര വലിയ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്, മോർ ദാൻ മൂവീസ് സ്ലൈറ്റ്ലി. പക്ഷെ അവിടെ ഒരു കുറച്ച് ഒരു സ്ലൈറ്റ്ലി എന്ന് ഞാൻ മെയിൻലി പറയാൻ കാരണം, ഒരു മൂവി ഉണ്ടാക്കാൻ ഉള്ള ബഡ്ജറ്റ് അല്ല ഗെയിം. അവിടെയാണ് ഇഷ്യൂ വരുന്നത്. ഒരു ഗെയിം ഉണ്ടാക്കണമെങ്കിൽ മൂവി ഉണ്ടാക്കുന്നതിന്റെ ഇരട്ടി പൈസയും വേണം. സോ അവിടെയും ഒരു പ്രശ്നമാണ്. സോ ആ ഒരു പ്രോഫിറ്റ് മാർജിൻ വെച്ച് നോക്കുമ്പോൾ മേ ബി സം മൂവീസ് വിൽ ബി ലൈക്ക് മോർ പ്രോഫിറ്റബിൾ ഏർണിങ്സ് അല്ല പ്രോഫിറ്റബിൾ. കാരണം ഒരു മൂവി ഉണ്ടാക്കാൻ എത്ര കോസ്റ്റ് ചെയ്യോ അത്രയും കോസ്റ്റ് അല്ല ഗെയിം എന്ന് പറയുന്നത്. ഗെയിം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ലൈക്ക് അതിന്റെ ഇരട്ടി കോസ്റ്റ് ആവും. കാരണം ഒരുപാട് കാര്യങ്ങളും എല്ലാം ടെക്നിക്കൽ സാധനങ്ങളൊക്കെ വേണമല്ലോ. സിനിമ എന്ന് പറയുന്നത് അത്രയും ഇല്ല. സോ അപ്പോൾ മൂവിയും പ്രോഫിറ്റബിൾ ഇൻഡസ്ട്രി തന്നെയാണ്. ബട്ട് ഗെയിം എന്ന ഇൻഡസ്ട്രി ആണ് എപ്പോഴും ലൈക്ക് ഇപ്പൊ തന്നെ എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ മണി ഉണ്ടാക്കിയ പ്രോഡക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ GTA 5 ആണ് ആൻസർ. GTA 6 ഈസ് കമ്മിങ്. അപ്പോൾ അതിനി എങ്ങനെ പോകുന്നു ലൈക്ക് ഹു നോസ്. സോ ബേസിക്കലി ഇപ്പോൾ ഞാനിത് മെയിൻലി പറയാൻ കാരണം ഇതിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ്, ഗെയിമിങ്ങിന്റെ ഇമ്പാക്ട്, ഗെയിം എന്ന ഇൻഡസ്ട്രിയുടെ ഇമ്പാക്ട് എങ്ങനെയാണ് എന്ന് ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം പറഞ്ഞത്.
ആൻഡ് ഇതുപോലെ ഒരുപാട് ഇൻസ്റ്റൻസസ് ഉണ്ട് പറയുകയാണെങ്കിൽ. സോ അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ടൈമായി ആക്ച്വലി 1 hour ആണ് പറഞ്ഞത്. സോ അപ്പോൾ ബേസിക്കലി എനിക്ക് ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇതൊരു ഭയങ്കര ഒരു കിടിലം ഏരിയ ആണ് ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ യു വിൽ എൻജോയ് വർക്കിംഗ് ഇൻ ദിസ് ഏരിയ. ബേസിക്കലി ഭയങ്കര രസമാണ് ആക്ച്വലി. ആൻഡ് ഇപ്പോൾ ഒരുപാട് ടെക്നിക്കാലിറ്റി കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇഫ് യു ആർ എൻജോയിങ് ഇറ്റ് ദെൻ യു വിൽ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. സോ അതാണ് നമ്മുടെ ബേസിക്കലി എനിക്ക് ഇതിനെ കുറിച്ച് പറഞ്ഞാൽ എൻ്റെ കരിയറിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത്, നിങ്ങൾക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നതും എൻ്റെ ഒരു ലൈക്ക് നോളേജിന്റെ ലിമിറ്റേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. മേ ബി ദർ ആർ അതർ വേസ് എനിക്ക് ഉണ്ടാവും. ഓക്കെ, ഡെഫിനറ്റ്ലി ഉണ്ടാവും. സോ ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രീ റിസോഴ്സസ് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം അങ്ങനെയാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെയാണ് ഞാൻ എൻ്റെ ജോബ് ലാൻഡ് ചെയ്തത്. സോ ബേസിക്കലി വർക്ക് ചെയ്യുക, സ്കില്ലപ്പ് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അതാണ് ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ശരിക്കും ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ തന്നെ സെൽഫ് ഐഡന്റിഫൈ ചെയ്യുക. ദെൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് സ്കില്ലപ്പ് ചെയ്യാൻ നോക്കുക. ഏതെങ്കിലും എഞ്ചിൻ ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അൺറിയൽ എഞ്ചിൻ ആവാം, യൂണിറ്റി ആവാം, ഗോഡോട്ട് എന്നൊരു എഞ്ചിൻ ഉണ്ട്. ഏത് എഞ്ചിനിലാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് അത് ചൂസ് ചെയ്യുക. ദെൻ അതിൽ ഫ്രീ റിസോഴ്സസ് അവൈലബിൾ ആണ്, അത് യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക, സ്കില്ലപ്പ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക, ലേൺ ചെയ്യുക. ദെൻ യു വിൽ ഗ്രാജുവലി ലൈക്ക് ഈ ഓരോ ഇയേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്കില്ലപ്പായി നിങ്ങളൊരു നല്ലൊരു ലെവലിൽ എത്തും. അത് കഴിഞ്ഞാൽ യു ക്യാൻ ലൈക്ക് യൂസ് ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ കമ്മ്യൂണിറ്റീസ്. കമ്മ്യൂണിറ്റിയാണ് ആക്ച്വലി എല്ലാം. കമ്മ്യൂണിറ്റിയിൽ ഒരു മെമ്പർ ആവാൻ നോക്കുക, കമ്മ്യൂണിറ്റിയിൽ വർക്ക് ചെയ്യുക, അവരുടെ ഇവന്റ്സിൽ അറ്റൻഡ് ചെയ്യാൻ നോക്കുക, പല കാര്യങ്ങളും വരുമ്പോൾ അത് ശ്രദ്ധിക്കുക. ഇപ്പൊ GGJ വരും, ഓരോ വർഷം GGJ വരാറുണ്ട്. GGJ ഒരു ബെസ്റ്റ് പ്ലാറ്റ്ഫോം ആണ് നിങ്ങളെ റെക്കഗ്നൈസ് ചെയ്യാൻ. ബാക്കി കമ്പനീസ് ഒക്കെ അവിടെ വന്ന് ഇഷ്ടംപോലെ ആൾക്കാരാണ് ജോബിൽ ലാൻഡ് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ GGJ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. GGJ അറ്റൻഡ് ചെയ്യുന്ന ബേസിക്കലി ജയിക്കാനോ തോക്കാനൊന്നുമില്ല. ജയിക്കുന്നവർക്ക് പ്രൈസ് ഉണ്ട്, പക്ഷെ തോക്കുന്നത് അങ്ങനെയല്ല. ഈ ജയിച്ച് പ്രൈസ് വാങ്ങിച്ചിട്ട് പോകുന്നവരെയും കാട്ടി തോക്കുന്നവർക്കും അവിടെ ജോലി കിട്ടിയ അവസ്ഥ ഞാൻ കണ്ടിട്ടുണ്ട്. ജയിച്ചിട്ട് ഒരു അഡ്രസ്സും ഇല്ലാത്ത പോയ ആൾക്കാരുണ്ട്. ബട്ട് ആ ടൈമിൽ തോറ്റ ഒരാൾ പിന്നീട് അവരുടെ വർക്ക് കൊള്ളാവുന്നുണ്ട്, വേറെ കമ്പനി ഹയർ ചെയ്ത കേസുകളുണ്ട്. സോ അവിടെ ജയവും തോൽവിയൊന്നുമല്ല, ജസ്റ്റ് അറ്റൻഡിങ് അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ ആണ് മെയിൻലി വേണ്ടത്. നിങ്ങൾക്ക് ഒരു പ്ലാറ്റ്ഫോം ആണ് കിട്ടുന്നത് നിങ്ങളുടെ വർക്ക് ഷോക്കേസ് ചെയ്യാൻ. സോ അത് യൂസ് ചെയ്യാൻ നോക്കുക. ഒരുപാട് ഇവന്റ്സും കാര്യങ്ങളും എൻ്റെ കമ്പനി സൈഡിൽ നിന്നും പ്ലാൻ ചെയ്യുന്നുണ്ട്, ബാക്കി കമ്പനീസ് പ്ലാൻ ചെയ്യുന്നുണ്ട്, മ്യൂലണും മേ ബി പ്ലാനിങ് ആയിരിക്കാം. എനിക്ക് ഒരുപാട് ഡീറ്റെയിൽസ് അറിയില്ല അതിന്റെ. സോ ഇത് ഇങ്ങനത്തെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് മിസ് ചെയ്യാതെ അത് ഗ്രാസ്പ് ചെയ്യാൻ നോക്കുക. അത് അവിടെ വന്ന് നിങ്ങളുടെ സ്കിൽസ് പ്രൂവ് ചെയ്യാൻ നോക്കുക, ഷോക്കേസ് ചെയ്യുക, നിങ്ങളുടെ പ്രൂഫ് ഓഫ് വർക്ക്. അതാണ് മെയിൻ ഇമ്പോർട്ടൻറ്റ്. മോർ ദാൻ അക്കാഡമിക്സ് നത്തിങ്. ആ സംഭവങ്ങളൊന്നും മാറ്റർ ചെയ്യുന്നില്ല. ജസ്റ്റ് പ്രൂഫ് ഓഫ് വർക്ക്. ജസ്റ്റ് ഷോ ദാറ്റ് യു ഹാവ് ദ സ്കിൽസ്, യു നോ ഹൗ ടു ഡു തിങ്സ്. സോ അത് ബേസിക്കലി നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിയിലൊക്കെ പാർട്ടാണെങ്കിൽ അത് ഉണ്ടാവും, ഇറ്റ് വിൽ കം. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദ റൈറ്റ് മൊമെന്റ്. സോ ഇപ്പോൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഗെയിം ഡെവലപ്മെന്റ് ഏരിയയിൽ പറയാനുള്ളത്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എനിക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഷുഡ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ലൈക്ക് കമന്റും ചെയ്യാം. ഒരു കോമൺ ചോദ്യമാണ്. യൂഷ്വലി ഗെയിം ഡെവലപ്മെന്റിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ഈ ലോ സ്പെക് ഉള്ള കുറഞ്ഞ സ്പെക് ഉള്ള സിസ്റ്റംസിൽ ഈ ഗെയിം ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ സിസ്റ്റംസിനെ കുറിച്ച് മെൻഷൻ ചെയ്യാനേ വിട്ടു അല്ലേ? സോ അതും കുറിച്ച് ഞാൻ പറയാം. സിസ്റ്റംസ് ബേസിക്കലി ഇപ്പോൾ കുറഞ്ഞ സിസ്റ്റമിന്റെ കാര്യം പറഞ്ഞല്ലേ, കുറഞ്ഞ സിസ്റ്റത്തിൽ നമുക്ക് എൻജിൻ ആക്ച്വലി വർക്ക് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ അത് ലേണിങ്ങിനെ ഒരു ഹിൻഡ്രൻസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഞാൻ ആദ്യം യൂസ് ചെയ്തത് ഒരു HP ഇന്റൽ i3 ചിപ്പുള്ള ഒരു ലാപ്പായിരുന്നു. ആ ലാപ്പിലാണ് ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്കറിയാം ഇതിൻ്റെ അകത്ത് അൺറിയൽ എഞ്ചിനോ ഒരു എഞ്ചിനും ഓടത്തില്ല അതിൽ. സോ എഞ്ചിൻസിൽ ആദ്യം ചെന്ന് കൈവയ്ക്കണമെന്ന് ഞാൻ പറയൂല ഒരിക്കലും. കാരണം ഗെയിമിൽ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഞാൻ അന്ന് ആ HP ലാപ്പ് വെച്ച് ചെയ്തത് ഈ സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ പിന്നീട് ഒരു കൂടിയ സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ പിന്നീട് ഒരു കൂടിയ ലാപ്പ് എന്തെങ്കിലും എടുത്തിട്ട് എഞ്ചിൻസും കാര്യങ്ങൾ ചെയ്യാം. ആ ടൈം കൊണ്ട് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് നോക്കിയെങ്കിലും വെക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ യൂട്യൂബിൽ നോക്കുമായിരുന്നു എങ്ങനെയാണ് ഇതിന്റെ കോഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ
C++ ആണ് യൂസ് ചെയ്യുന്നത് മെയിൻലി അൺറിയൽ എഞ്ചിൻ. ഓരോ എഞ്ചിനും ഓരോ ലാംഗ്വേജ് ആണ്. സോ അൺറിയൽ എഞ്ചിനിൽ യൂസ് ചെയ്യുന്ന C++ ഈ നോർമൽ C++ പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്, കുറച്ച് ട്വീക്സ് അതിലുണ്ട്. അപ്പൊ ആ വ്യത്യാസങ്ങളുള്ള കുറെ കോഴ്സ് കാര്യങ്ങൾ യൂട്യൂബിൽ നോക്കി ആ ലാംഗ്വേജ് ഒക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതൊക്കെ ബുക്കിലൊക്കെ എഴുതി, ഇങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്, ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്, അതെല്ലാം ഐഡന്റിഫൈ ചെയ്ത് ബുക്കിലൊക്കെ എഴുതിയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ദെൻ എൻജിൻസിൽ അവര് കാണിക്കും, അവർ യൂട്യൂബിൽ ഇങ്ങനെ എൻജിൻ പോയിട്ട് ഇത് ഇവിടെ ടൈപ്പ് ചെയ്ത് ഇവിടെ ചെയ്യാന്നൊക്കെ അവർ കാണിക്കും. പക്ഷെ അത് എനിക്ക് ചെയ്ത് നോക്കാനുള്ള മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് ഞാനത് എഴുതി വെക്കുക, അല്ലെങ്കിൽ നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളാണ് ചെയ്യുന്നത്. ലേറ്റർ ഓൺ അതെല്ലാം എനിക്ക് ഞാൻ ലേൺ ചെയ്യും. ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രാക്ടിക്കലി ലേൺ ചെയ്യാൻ പറ്റില്ല, അത് എനിക്ക് ഡിഫിക്കൽട്ട് ആയിരുന്നു. യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ഡിഫിക്കൽട്ട്, ബട്ട് ഇഫ് യു ലൈക്ക് ഒരു കാര്യം ശരിക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ, അത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വഴികൾ കണ്ടെത്തും എന്നാണല്ലോ. ഇഫ് ദർ ഇസ് എ എന്താ പറയുക, വിൽ ദർ ഇസ് എ വേ എന്നാണല്ലോ. അപ്പോൾ അതുപോലെ ഞാൻ കണ്ടെത്തിയ ഒരു മാർഗ്ഗമാണ് അത്. ജസ്റ്റ് നോട്ട് ചെയ്യുക, കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്യുക, ലേൺ ചെയ്യുക, ദെൻ പിന്നീട് പ്രാക്ടിക്കലി ഇത് ഇംപ്ലിമെന്റ് ചെയ്യാമല്ലോ എപ്പോഴെങ്കിലും സംഭവം കിട്ടുമ്പോൾ. സോ അങ്ങോട്ട് പോകുമ്പോൾ യു ഡെഫിനറ്റ്ലി നീഡ് എ പവർഫുൾ സിസ്റ്റം. അറ്റ്ലീസ്റ്റ് ഒരു അൺറിയൽ എഞ്ചിൻ ഓടിക്കാനെങ്കിലും ലൈക്ക് ഓടിക്കാനെങ്കിലും കപ്പാസിറ്റി ഉള്ള സിസ്റ്റം വേണ്ടി വരും ഒരു ടൈം ആകുമ്പോൾ. ബട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഒരിക്കലും അത് വേണ്ട. ലൈക്ക് യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം എനി PCs or lab. Yeah. ഈ കുറഞ്ഞ i3 പ്രൊസസർ ഒക്കെ ഉള്ളതിന് വേണ്ടിയുള്ള എഞ്ചിൻ ഇതിലുണ്ടോ, സജസ്റ്റ് ചെയ്യാമോ? എന്താണ് i3 പ്രൊസസർ ഒക്കെ ഉള്ള ലാപ്പിന് വേണ്ടിയുള്ള എന്തെങ്കിലും എഞ്ചിൻസ് ഉണ്ടോ? സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും കുറഞ്ഞൊരു എഞ്ചിൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഗോഡോട്ട് ഒന്ന് ഞാൻ പറയും. ഗോഡോട്ട് എന്നൊരു എഞ്ചിൻ ആക്ച്വലി ഭയങ്കര ചെറിയ എഞ്ചിനാണ്. മേ ബി i3 ലോഡ് ചെയ്ത് ഞാൻ ആക്ച്വലി പേഴ്സണലി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നത് റൺ ആവുന്നതാണ്. കാരണം ഗോഡോട്ട് എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെറിയൊരു എഞ്ചിനാണ്. അത് ആർക്ക് വേണോ ലൈക്ക് പെട്ടെന്ന് ഒരു 1 വീക്കോ അല്ലെങ്കിൽ ഒരു 3 days തന്നെ ഫുൾ ഇരുന്നാൽ തന്നെ അത് നമുക്ക് മാസ്റ്റർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് എഞ്ചിനാണ്. അപ്പൊ അതിനകത്ത് ഈ ചെറിയ ചെറിയ ഗെയിംസ് ആണ് ബേസിക്കലി. നമുക്ക് 2D ടൈപ്പ് ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, ഈ എന്താ ഡഞ്ചിൻസ് പോലത്തെ ഒക്കെ ചെറിയ 2D ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, കാസിൽവാനിയ പോലത്തെ സാധനങ്ങളൊക്കെ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര എളുപ്പമായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അതിൽ വലിയ 3D AAA ടൈപ്പ് ഗെയിംസ് ഒന്നും ഓപ്പൺ വേൾഡ് ഒന്നും പറ്റത്തില്ല. ലൈക്ക് പറ്റും ഒരു ലിമിറ്റ് വരെ, ബട്ട് ബേസിക്കലി 2D ഗെയിംസ് ഒക്കെയാണ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ആസ് എ സ്റ്റാർട്ടിങ് ഇപ്പോൾ ലോ ലാപ്പ് ആണെങ്കിൽ ഗോഡോട്ട് എന്ന് പറയുന്നത് നല്ല എഞ്ചിനാണ്. ഈ ലേറ്റർ ഓൺ അൺറിയൽ എഞ്ചിൻ ചെയ്യാനാണ് ഇൻട്രസ്റ്റ് എങ്കിലും ഗോഡോട്ടിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ ഇഷ്യൂ ഒന്നുമില്ല. ഗോഡോട്ട് ആക്ച്വലി ബെസ്റ്റ് ബിഗിനർ ഫ്രണ്ട്ലി സാധനമാണ്. സോ അതിൽ നിന്ന് സുഖമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കമന്റിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇന്റഗ്രേഷൻ ഓഫ് AI ടൂൾ വിത്ത് ഗെയിം ഡെവലപ്മെന്റ്. ഇന്റഗ്രേഷൻ ഓഫ് AI ടൂൾ വിത്ത് ഗെയിം എന്താണ് ആക്ച്വലി ഉദ്ദേശിച്ചത്? ലൈക്ക് എന്താണ് പറയേണ്ടത്, എങ്ങനെ ചെയ്യുന്നതാണോ അതോ അതിനെ കുറിച്ച് സംസാരിക്കാനാണോ? അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെങ്കിൽ അത് കറക്റ്റായിട്ട് പറയാമായിരുന്നു. എനിത്തിങ് അവൈലബിലിറ്റി ഓഫ് ടൂൾസ്. ഓക്കെ, ഒരാൾ ഗോഡോട്ടിൽ ലാംഗ്വേജ് ചോദിച്ചിട്ടുണ്ട്. ബിജോ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഗോഡോട്ടിൽ ആക്ച്വലി C++ അല്ല GD സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ആണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. ഒരു എന്താ പറയുക, ഒരു പൈത്തൺ പോലത്തെ ഒരു സാധനമാണ് GD സ്ക്രിപ്റ്റ്. GD സ്ക്രിപ്റ്റ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് അറിയത്തില്ല. ബട്ട് GD സ്ക്രിപ്റ്റ് ആണ് ഗോഡോട്ടിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്. ഒരു നോഡ് പോലെ ഇപ്പൊ അൺറിയൽ എഞ്ചിൻ്റെ അകത്ത് ബ്ലൂ പ്രിന്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ അതുപോലെ അത് നോഡ് ബേസ്ഡ് സാധനമാണ്. അപ്പൊ അതുപോലെ നോഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് GD സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഗോഡോട്ടിന്റെ ഞാൻ ബിഗിനർ ഫ്രണ്ട്ലി എന്ന് പറയാൻ കാരണം ഗോഡോട്ട് C#ഉം C++ ഒക്കെ സപ്പോർട്ട് ചെയ്യും ആക്ച്വലി. സോ ഇപ്പൊ അൺറിയൽ എഞ്ചിൻ ലോങ് ഫോക്കസ് അല്ലെങ്കിൽ ലോങ് ഗോൾ ആയിട്ട് എന്തുവാ അൺറിയൽ എഞ്ചിൻ പഠിക്കണം എന്നാണ് ഉണ്ടെങ്കിൽ, ബട്ട് ഇപ്പോൾ ഗോഡോട്ടെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന അവസ്ഥയാണെങ്കിൽ C++ ആണല്ലോ അൺറിയൽ എഞ്ചിന് വേണ്ടത്. അപ്പോൾ ഗോഡോട്ടിൽ C++ വർക്കാവും, C#ഉം വർക്കാവും, യൂണിറ്റിയുടെ C#ഉം വർക്കാവും. ആൻഡ് ബട്ട് മെയിൻലി GD സ്ക്രിപ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സോ അത് ദെൻ ബിജോയുടെ ക്വസ്റ്റ്യൻ എനിത്തിങ് അവൈലബിലിറ്റി ഓഫ് ടൂൾസ്. AI ടൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ എഞ്ചിൻ സ്പെസിഫിക് ആണ് ആക്ച്വലി. അൺറിയൽ എഞ്ചിന്റെ അകത്ത് AI ടൂൾസ് അതിന്റെ അകത്ത് ഇന്റഗ്രേറ്റഡ് പോലെയാണ്. അതായത് നമുക്ക് ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് യൂസ് ചെയ്യാം. ഇപ്പോൾ അല്ലെങ്കിൽ കോഡും ഉണ്ട്. ഇപ്പോൾ NPCs AI ബേസ്ഡ് NPCs ഒക്കെ ബിൽട്ടിൻ ആയിട്ട് അൺറിയൽ എഞ്ചിന്റെ അകത്ത് വരുന്നുണ്ട്.
ഓക്കെ. അപ്പോൾ അൺറിയൽ എഞ്ചിന്റെ അകത്ത് ബിൽറ്റിനായിട്ട് നമുക്ക് AI സാധനങ്ങളൊക്കെ ഓൾറെഡി അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നമ്മൾ യൂസ് ചെയ്താൽ മതി. പിന്നെ അല്ലാതെ ചില സാധനങ്ങൾ ഇപ്പോൾ ചില NPCന്റെ AI ബിഹേവിയർ ഒക്കെ നമുക്ക് മാറ്റാനും പറ്റും. അവർ ഓൾറെഡി ബിൽറ്റിനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. അവരുടെ ആ ഒരു ക്യാരക്ടറിനെ ക്ലിക്ക് ചെയ്ത് അതിലേക്ക് കയറി കുറച്ചുകൂടെ ടെക്നിക്കൽ ആവും ഞാൻ പറയുന്നത്, എന്നാലും ഞാൻ പറയുകയാണ്. ആ ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുക, അതിൻ്റെ അകത്ത് അവരുടെ സ്പെഷ്യൽ വ്യൂ പോർട്ട് കാണും. അൺറിയൽ എഞ്ചിൻ വ്യൂ പോർട്ടിന്റെ അകത്ത് കയറി അവരുടെ കോഡ് ആക്സസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ആ AI അല്ലെങ്കിൽ ആ NPCയുടെ AI കോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഓർ ട്വീക്സ് വരുത്തണമെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറെ AI ടൂൾസ് അൺറിയൽ എഞ്ചിന്റെ അകത്ത് ഇന്റഗ്രേറ്റഡ് ആയിട്ടുണ്ട്. NPC ബിഹേവിയർ ആണ് മെയിൻലി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്, മെയിൻലി കണ്ടിട്ടുള്ളത് AI സാധനങ്ങൾ. പിന്നെ ചില എന്താ പറയാ ഓട്ടോമാറ്റിക് വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ടററ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ലൈക്ക് വെടിവെക്കുന്ന സംഭവങ്ങൾ, ടററ്റ്സ്. അപ്പൊ അതിന്റെയൊക്കെ കുറെ അത് NPC പോലെ സിമിലർ തന്നെ, അതെല്ലാം AI വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയുള്ള AI ടൂൾസ് അല്ലെങ്കിൽ പ്ലഗിൻസ് ഇതെല്ലാം അതിന്റെ അകത്ത് തന്നെയുണ്ട്. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന UEFN എന്ന ഏരിയയിൽ അവർ കോപൈലറ്റ് ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു പുതിയ സാധനം അപ്കമിങ് ആണ്, ഇറങ്ങിയിട്ടില്ല ഇതുവരെ. ഞാൻ പറഞ്ഞ 2 വർഷമേ ആയുള്ളൂ UEFN ഇറങ്ങിയിട്ട്. സോ അപ്കമിങ് ആയിട്ട് കോപൈലറ്റ് ഫോർ UEFN എന്ന് പറഞ്ഞിട്ട് അവർ സംഭവം ചെയ്യുന്നുണ്ട്. ബേസിക്കലി അത് കോഡിങ്ങും അതിന്റെ കാര്യങ്ങളും എളുപ്പമാക്കാനാണ്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ഫംഗ്ഷൻ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ കോഡ് കോപൈലറ്റ് ഓട്ടോമാറ്റിക്കലി അതിന്റെ അകത്തുനിന്ന് കറക്റ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ കോപൈലറ്റ് മൊത്തം കോഡ് തരുന്നൊക്കെ ചെയ്യുന്ന ഒരു കോപൈലറ്റ് ആയിട്ടുള്ള ഒരു ഇന്റഗ്രേഷൻ ആണ് UEFN ചെയ്യാൻ പോകുന്നത്, അൺറിയൽ എഞ്ചിൻ പ്ലാൻ ചെയ്യുന്നത് ചെയ്യാൻ. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ അപ്കമിങ് ആണ് UEFN ഏരിയയിൽ. അൺറിയൽ എഞ്ചിന്റെ അകത്ത് ഓൾറെഡി അകത്ത് ഇഷ്ടംപോലെ AI ടൂൾസ് ഉണ്ട്. ബേസിക്കലി എല്ലാവരും മെജോറിറ്റി ഒരു 90% കേസ് NPCസിനാണ് AI യൂസ് ചെയ്യുന്നത്. ബാക്കി ഉണ്ട് AI യൂസ് ചെയ്യുന്ന ഏരിയാസ് ഉണ്ട്, ബട്ട് ഓൾറെഡി അതിൻ്റെ അകത്ത് ബിൽറ്റിൻ ആണ്. നമുക്കത് എഞ്ചിൻ സ്പെസിഫിക് ഞാൻ പറയാൻ കാരണം യൂണിറ്റിയിൽ വേറെയാണ്, ഗോഡോട്ടിന്റെ അകത്ത് അതിൻ്റെ അകത്ത് തന്നെ എന്തെങ്കിലും ടൂൾസ് കാണും, യൂണിറ്റിക്ക് അകത്തും അതിൻ്റെതായ ടൂൾസ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി AI ടൂൾസ് അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് എവിടെങ്കിലും വെളിയിൽ നിന്ന് എടുത്ത് ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി എൻ്റെ അകത്തുണ്ട് നമുക്ക്. മാപ്സ്, മോഡൽസ് ഓർ ക്യാരക്ടേഴ്സ് ഡെവലപ്മെന്റ് സ്കിൽ വേണം ഗെയിം ഡെവലപ്പർ ആവാൻ. ബേസിക്കലി ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗെയിം ഡെവലപ്പർ എന്ന് പറയുന്നത് ഒരു ജനറലൈസ്ഡ് ടേം ആണ്. സോ ഒരു ഇൻഡിവിജ്വൽ ഗെയിം ഡെവലപ്പർ എന്ന് പറഞ്ഞ ആളില്ല. അങ്ങനെ ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒരു ഇൻഡി ഡെവലപ്പർ ആയിരിക്കും. ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്പർ ഒരു ഗെയിമിന്റെ സ്റ്റാർട്ട് ടു ഫിനിഷ് എല്ലാം ഡിസൈനിങ്ങും ക്യാരക്ടർ മോഡലിങ്ങും മെക്കാനിക്സും ബാക്കി എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്ത് എല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സിനിമ സ്ക്രിപ്റ്റ്, ഇത് തിരക്കഥ, സംവിധാനം എല്ലാം ഒരാളെന്ന് പറയില്ലേ, അതുപോലെ ആയിപ്പോ ഇൻഡി ഡെവലപ്പേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഗെയിം ഡെവലപ്പേഴ്സിന്റെ ഒരു ഗെയിം ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അണ്ടറിൽ സബ് ബ്രാഞ്ചസ് ഉണ്ട്. അതായത് ചിലവര് ഡിസൈനിങ് മാത്രം ചെയ്യുന്ന ആൾക്കാരാവും, ക്യാരക്ടർ മോഡലിംഗ് മാത്രം ചെയ്യുന്ന ഒരാളുണ്ട്. അയാളുടെ ജോലി, അയാളും ജനറലി അറിയപ്പെടുന്നത് ഗെയിം ഡെവലപ്പർ ആയിട്ടാണ്. പക്ഷെ അയാൾ ആ കമ്പനിയിൽ ശരിക്കും ചെയ്യുന്നത് എന്തായിരിക്കും, ക്യാരക്ടറിനെ മോഡൽ ചെയ്യുന്ന പണി മാത്രമേ പുള്ളിക്കാരന് കാണത്തുള്ളൂ. സോ നെക്സ്റ്റ് വരുന്നത് വേൾഡ് ഡിസൈനിങ്, ഓപ്പൺ വേൾഡ് ഡിസൈൻ ചെയ്യുന്ന ആൾ മാത്രമുണ്ട്. അതായത് വേറൊന്നും കോഡിംഗ് ഒന്നും ഇല്ലാത്ത ഏരിയ ആണ്. കോഡിംഗ് ഇല്ലാത്ത ഏരിയ ഉണ്ട്, കോഡിംഗ് ഉള്ള ഏരിയ ഉണ്ട്. കോഡിംഗ് ഇല്ലാത്ത ഏരിയ ആണ് ക്യാരക്ടർ മോഡലിംഗ്, പിന്നെ ഗെയിം വേൾഡ് ഡിസൈനിങ്, പിന്നെ എന്താ പറയാ, പിന്നെ ഈ ചില ക്യാരക്ടർ മോഡലിംഗ് ചെയ്യുന്നതിന് മുമ്പ് ചില കമ്പനീസ് 2D അല്ലെങ്കിൽ ഒരു വരച്ച് കുറെ കൺസെപ്റ്റ്സ് ഇറക്കും. ആ കൺസെപ്റ്റ് വരയ്ക്കുന്ന ആൾക്കാരെ ആർട്ടിസ്റ്റ് എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഗെയിം ആർട്ടിസ്റ്റുകളും ഉണ്ട്. ഇപ്പൊ ഒരു പുതിയ ഗെയിം ഇപ്പൊ എനിക്കൊരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക, ഞാൻ ഫസ്റ്റ് ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഫസ്റ്റ് എനിക്ക് അതിൻ്റെ അകത്ത് എന്റെ മനസ്സിൽ 2 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ അത് അവരുടെ എങ്ങനെയായിരിക്കണം അവരുടെ അപ്പിയറൻസ് എന്നത് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ ഞാനൊരു ഗെയിം ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ എന്റെ കമ്പനിയിലുള്ള ഗെയിം ആർട്ടിസ്റ്റിനെ അപ്രോച്ച് ചെയ്തിട്ട് ഒരു 10-20 ഡിസൈൻസ് വരച്ച് കാണിക്കാൻ പറയും. അപ്പൊ അതിൽ അവർ അങ്ങനെ വരച്ച് തരുന്ന ആൾക്കാരുണ്ട്, അവര് ഗെയിം ആർട്ടിസ്റ്റ് എന്ന് പറയും. സോ അതിൽ ഞാൻ അതിൽ നിന്ന് നല്ല 2 ബെസ്റ്റ് ഡിസൈൻ ചൂസ് ചെയ്തിട്ട് ക്യാരക്ടർ മോഡൽ ചെയ്യുന്ന ആളിന്റെ കൊടുക്കും. അപ്പൊ ക്യാരക്ടർ മോഡൽ ചെയ്യുന്ന ആൾ ആ 2D വരച്ച ആ ഒരു ഇമേജിൽ നിന്ന് 3D ടൂൾസ് അല്ലെങ്കിൽ ബ്ലെൻഡറോ അല്ലെങ്കിൽ മായ അങ്ങനത്തെ കുറെ ടൂൾസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ക്യാരക്ടറിനെ 3Dയിൽ ബിൽഡ് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇപ്പോൾ ഞാൻ അടുത്തത് ഗെയിം ഡിസൈനറിന്റെ ചെന്നിട്ട് എനിക്കൊരു മാപ്പോ അല്ലെങ്കിൽ ഒരു ഓപ്പൺ വേൾഡ് ഡിസൈൻ ചെയ്ത് തരാം. അപ്പോൾ അവർ ചിലപ്പോൾ ഒരു ടീം ആയിരിക്കും, ഗെയിം ഡിസൈനേഴ്സിന്റെ ടീം കാണും, എല്ലാവർക്കും ഒരു ടീം കാണും. അപ്പൊ ഗെയിം ഡിസൈനേഴ്സ് ടീം വന്നിട്ട് ഫുൾ ഗെയിം വേൾഡ് ഡിസൈൻ ചെയ്ത് തന്നു. ഇനി നെക്സ്റ്റ് പോകുന്നത് എന്താ, ഗെയിം പ്ലേ മെക്കാനിസംസ് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഫിസിക്സും അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ എന്താ പറയുക, ഡാമേജ് സിസ്റ്റം, ഹെൽത്ത് ബാർ, ഷൂട്ടിങ്, അതിന്റെ മെക്കാനിസം, പിന്നെ റാഗ്ഡോള് നമ്മൾ ലൈക്ക് നമ്മുടെ ക്യാരക്ടറിന്റെ വെഹിക്കിളോ എന്തെങ്കിലും ഇടിക്കുമ്പോൾ നമ്മൾ ആ ഒരു ആനിമേഷൻ ഉണ്ടല്ലോ, ലൈക്ക് വീഴുന്നതിന്റെ ഒക്കെ,
അപ്പോൾ അതിന് റാഗ്ഡോൾ ആനിമേഷൻ ഇതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ് കോഡിങ് വരുന്ന ആൾക്കാരുടെ പണി. അതാണ് ബേസിക്കലി എന്താ പറയുക ഗെയിം പ്രോഗ്രാമേഴ്സോ അല്ലെങ്കിൽ ഗെയിം കോഡേഴ്സ് എന്ന് പറയാം. അപ്പൊ അവര് ഞാൻ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത 3D മോഡൽ ചെയ്ത ആൾ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടറിനെ ഈ വേൾഡിന്റെ അകത്ത് കൊണ്ടുവന്ന് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് അവിടെ മെക്കാനിസംസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ വർക്ക് ചെയ്ത് ആ ടീം സംഭവം പുറത്തിറക്കും. അപ്പോൾ ഒരു ബീറ്റ വേർഷൻ പോലെ സംഭവം ഗെയിം പുറത്തിറങ്ങി. ഇനി ഇതിനെ ടെസ്റ്റ് ചെയ്യും. എന്റെ കമ്പനിക്കകത്ത് ഗെയിം ടെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയാണ് QA എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ, ക്വാളിറ്റി അഷുറൻസ് ചെയ്യുന്ന QA ടെസ്റ്റേഴ്സ് ഒക്കെ കാണും. അപ്പൊ ഗെയിം ടെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇത് കളിച്ച് നോക്കിയിട്ട് എന്തൊക്കെയാണ് ഇഷ്യൂസ്, എന്തൊക്കെയാണ് ഇഷ്യൂസ് അതൊക്കെ ഡീബഗ് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കിനി ഗെയിമിൻ്റെ അകത്ത് കുറെ മ്യൂസിക് വേണ്ടേ. ഗെയിമിൻ്റെ അകത്ത് ഇപ്പൊ മ്യൂസിക് ഇല്ലാതെ ഇങ്ങനെ മ്യൂട്ട് ആയിരിക്കില്ലല്ലോ ഗെയിം. ഇപ്പൊ എന്തെങ്കിലും ബോസ് ഫൈറ്റ് നടക്കുന്നു, അപ്പൊ കുറെ മ്യൂസിക് വരും. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഇൻട്രോ മ്യൂസിക് അല്ലെങ്കിൽ ഓരോ കട്ട് സീൻസ് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിന് വേണ്ട മ്യൂസിക് വേണമെങ്കിൽ എനിക്ക് ഓഡിയോ എഞ്ചിനീയേഴ്സിന് വേണം, അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയേഴ്സിന് വേണം. അപ്പൊ ഗെയിമിന് വേണ്ടി സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് എഞ്ചിനീയേഴ്സും ഉണ്ട്. അതും കോഡിംഗ് ഉള്ള ഒരു ഏരിയ ഒന്നുമില്ല, ജസ്റ്റ് സൗണ്ടും കാര്യങ്ങളൊക്കെ ലൈക്ക് മ്യൂസിക്, ബേസിക്കലി മ്യൂസിക് ഡയറക്ടർ പോലെയാണ്. സോ അങ്ങനത്തെ ആൾക്കാർ ഗെയിമിംഗ് കമ്പനിക്കകത്ത് കാണും. then ഇതെല്ലാം ഒരു ഫൈനൽ വേർഷൻ ഇറങ്ങിയിട്ട് ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യും. അവിടെ ടെസ്റ്റേഴ്സിന്റെ റോൾ വരുന്നു. സോ ഒക്കെ പിന്നെ കട്ട് സീൻസ് ഒക്കെ ആനിമേറ്റ് ചെയ്യാൻ ആനിമേഷൻ ചെയ്യുന്ന ആൾക്കാർ കാണും, ആനിമേറ്റേഴ്സ് കാണും. അപ്പോൾ ഇത്രയും റോൾസ് ഉണ്ട്. ഞാൻ ഇപ്പൊ തന്നെ എത്ര റോൾസ് പറഞ്ഞു, ഒരുപാട് പറഞ്ഞല്ലേ. ഇതെല്ലാം ഇവരെല്ലാവരും ആക്ച്വലി ഗെയിം ഡെവലപ്പേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഗെയിമിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യണമെങ്കിൽ. ബട്ട് ഇവർ ചെയ്യുന്ന ഓരോ ടാസ്കും ഡിഫറെന്റ് ആണ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഈ ടീമെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പൈപ്പ് ലൈൻ ഫ്ലോയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ആ ഒരു ഗെയിം ഫ്രം സ്റ്റാർട്ട് ടു എൻഡ് ഫിനിഷ് ആവുന്നത്. ഇതെല്ലാം ഒരാളല്ല ആക്ച്വലി ചെയ്യുന്നത്. ഈ ടീമിൽ എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊജക്ട് മാനേജറും കാണും. അതും ഒരു ഗെയിമിംഗ് കമ്പനിയിലെ പ്രൊജക്ട് മാനേജർ ആണെങ്കിൽ അവിടെ ഒരു ഗെയിമിംഗ് കമ്പനിയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രൊജക്ട് മാനേജർ ഒരു ജോബാണ് ഗെയിമിംഗ് കമ്പനിയിൽ അല്ലേ. സോ എല്ലായിടത്തും മീൻസ് ഇങ്ങനത്തെ ഡൈവേഴ്സ് റോൾസ് ആണല്ലോ. പക്ഷെ ഗെയിമിങ്ങിന്റെ അകത്ത് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ റോൾസും കാര്യങ്ങളും ഉണ്ട്. സോ ഇതെല്ലാം ഇങ്ങനെ ഡിഫറെന്റ് ബ്രാഞ്ചസ് പോലെയാണ്. സോ അപ്പോൾ ഗെയിം ഡെവലപ്പർ ആവാൻ മാപ്സ്, മോഡൽസും, ക്യാരക്ടേഴ്സ് ഡെവലപ്മെന്റ് സ്കില്ലൊന്നും വേണമെന്നില്ല. വേറെ സ്കില്ലുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഏതെങ്കിലും സ്കില്ലുണ്ടെങ്കിലും ഒരു ഗെയിം ഡെവലപ്പർ ആകാൻ പറ്റും. കാരണം എല്ലാ ജോലിയും ഒരാളല്ല ചെയ്യുന്നത്. I joined 30 minutes late. Should I learn Unity or Unreal Engine first? Which is preferred more for building mobile game development? Smaller games is Unreal Engine more towards high performance third person. Yeah. Starting നോക്കുകയാണെങ്കിൽ, ആൻഡ് ഇഫ് യു വാണ്ട് ടു ബിൽഡ് മൊബൈൽ ഗെയിംസ്, ബേസിക്കലി സ്മോളർ മൊബൈൽ ഗെയിംസ് ആണ് ബിൽഡ് ചെയ്യാൻ നോക്കുന്നെങ്കിൽ യൂണിറ്റി ഈസ് ബെസ്റ്റ്. അൺറിയൽ എഞ്ചിൻ ഞാൻ സപ്പോർട്ട്, കാരണം അൺറിയൽ എഞ്ചിനിൽ ക്രിയേറ്റ് ചെയ്ത മൊബൈൽ ഗെയിംസ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 2-3 എന്തോ ഉള്ളൂ എൻ്റെ അറിവിൽ. ബാക്കിയെല്ലാം യൂണിറ്റിയിലാണ്. ബേസിക്കലി മെജോറിറ്റി മൊബൈൽ ഗെയിംസ് യൂണിറ്റിയാണ്. ആൻഡ് സോ സ്മോളർ ഗെയിംസ് ബിൽഡ് ചെയ്യാൻ ചോദിക്കുകയാണെങ്കിൽ അൺറിയൽ എഞ്ചിനും കാട്ടി ഞാൻ യൂണിറ്റി ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്. കാരണം യൂണിറ്റിയാണ് മെജോറിറ്റി ആൾക്കാർ യൂസ് ചെയ്യുന്നത് മൊബൈൽ ഗെയിംസിനും അതുപോലത്തെ ചെറിയ സ്മോളർ ഗെയിംസിനും. അൺറിയൽ എഞ്ചിൻ അങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ അറിവിൽ തന്നെ ആപ്പാട് അൺറിയൽ എഞ്ചിനിൽ ചെയ്തൊരു മൊബൈൽ ഗെയിം എന്ന് പറയുന്നത് ഈ ഫുട്ബോൾ ആണെന്ന് തോന്നുന്നു. ഈ ഫുട്ബോളിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് അൺറിയൽ എഞ്ചിന്റെ ലോഗോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ബേസിക്കലി വേറെ മൊബൈൽ ഗെയിംസ് കാണും, ബട്ട് കുറവാണ്, ഭയങ്കര കുറവാണ്. How do you test and debug a behavior in your game? Yeah, basically ടെസ്റ്റ് ചെയ്യുന്നത് വേറൊരു ലൈക്ക് ഒരു ഞാൻ പറഞ്ഞില്ല, വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പൊ അവർ ചെയ്യുന്ന വെച്ചാൽ ബിഹേവിയർ ബേസിക്കലി നമുക്ക് ടെസ്റ്റിങ്ങിൽ അധികം ഞാൻ കണ്ടിട്ടില്ല അവർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു ഗെയിം ബിൽഡ് ചെയ്ത് കഴിഞ്ഞു, ഇപ്പൊ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ NPCs കാര്യങ്ങളും അവിടെ ഉണ്ടെങ്കിൽ അത് ഓൾറെഡി അൺറിയൽ എഞ്ചിന്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല ബിൽറ്റ് ഇൻ ചെയ്ത് വച്ചിട്ടുണ്ട് ബിഹേവിയേഴ്സ്. സോ ബിഹേവിയേഴ്സ് ഓൾറെഡി ബിൽറ്റ് ഇൻ ആണെങ്കിൽ അവിടെ ഒരു എറർ വരാൻ ചാൻസ് ഇല്ല. നമ്മുടെ എന്തെങ്കിലും ലോജിക്ക്, നമ്മുടെ പ്രോഗ്രാമിംഗ് ലോജിക്കിൽ എറേഴ്സ് വരുന്നെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഓൾറെഡി ബിഹേവിയേഴ്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ NPCs ഗെയിമിന്റെ അകത്ത് ഉണ്ടെങ്കിൽ അതിനെ മാത്രം അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. കാരണം കറക്റ്റായി വർക്ക് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി അൺറിയൽ എഞ്ചിൻ ഡിഫൈൻ ചെയ്തതാണ്. ഇനി വേറെ കേസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ബിഹേവിയർ ഉള്ള ഒരു NPC അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്യാരക്ടർ നമ്മൾ അതിന്റെ കോഡ് നമ്മുടേതായ രീതിയിൽ ടീക്ക് ചെയ്യുകയാണെങ്കിൽ ബിഹേവിയർ തന്നെയാണ്, ആ യുടെ കോഡ് എടുത്തിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും രീതിയും കൂടെ ചെയ്ത് ഇങ്ങനെയും കൂടെ ചെയ്യണം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ അങ്ങനെ ചില കേസുകളിലാണ് എറർ വരുന്നത്. അപ്പോൾ ബേസിക്കലി ഒന്നുമില്ല, ടെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, അവർ നോക്കുമ്പോൾ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആക്ഷൻ പെർഫോം ചെയ്യേണ്ടിയിരുന്ന NPC അത് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പകരം വേറെ എന്തെങ്കിലും ഇതിൽ പോകുന്നു. അപ്പൊ ആ ഒരു നോട്ട് ടീം അവർ ദെൻ എന്റെ ഡെവലപ്മെന്റ് ടീമിനെ അല്ലെങ്കിൽ കോഡ് പ്രോഗ്രാമിംഗ് ടീമിനെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ നിങ്ങളുടെ
NPCയുടെ ബിഹേവിയർ ഇഷ്യൂ ഉണ്ട്, അത് നമ്മൾ വിചാരിച്ച പോലെ അല്ല അതിന്റെ ആക്ഷൻ കറക്റ്റ് ടൈമിൽ പെർഫോം ചെയ്യുന്നില്ല എന്ന് നമ്മുടെ ടൈം ലൈനൊക്കെ വെച്ചിട്ട് പറയും. അപ്പോൾ നമ്മളത് ഡെവലപ്മെന്റ് ടീം എന്ത് ചെയ്യുന്ന വെച്ചാൽ അത് അടുത്ത് സോൾവ് ചെയ്യാൻ നോക്കും. അപ്പോൾ കോഡിങ്ങിൽ എന്തോ പറ്റി, കോഡ് എന്തോ കയറി മാറ്റിയപ്പോൾ അവിടെ എന്തോ ചെയ്തു, കോഡ് എന്തോ പൊട്ടി, അപ്പോൾ ഇഷ്യൂ ആയി. അപ്പോൾ അവർ നോക്കിയിട്ട് അത് അടുത്ത് സോൾവ് ചെയ്തിട്ട് ഒന്നും കൂടെ ടെസ്റ്റിംഗ് ടീമിനായിരിക്കും. സോ ഇങ്ങനെയാണ് AI-യുടെ ബിഹേവിയർ ബേസിക്കലി ഡീബഗ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് തന്നെ ഉണ്ടാവുന്നത്. അല്ലാതെ AI ഇപ്പൊ NPC ആണ് കൂടുതലും പറയുന്നില്ല. കാരണം വേറെ എനിക്ക് ഓർമ്മ വരുന്നില്ല AI എവിടെയാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ NPCs മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. NPC എന്ന് പറയുമ്പോൾ ക്യാരക്ടേഴ്സ് മാത്രമല്ല, ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു ആള് തന്നെ ആവണമെന്നില്ല കേട്ടോ, എന്തും ആവാം. ഇപ്പോൾ ഒരു റേസിംഗ് ഗെയിം അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സിമുലേറ്റർ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ കാറ് റോഡിൽ കൂടെ ഇങ്ങനെ ലൈക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ അപ്പുറത്ത് നിന്നൊക്കെ വേറെ കാർസ് പോകും, അതല്ലേ ആക്ച്വലി AI ആണല്ലോ. അതും ക്യാരക്ടേഴ്സ് തന്നെയാണ് നമ്മൾ പറയുന്നത്. ക്യാരക്ടേഴ്സ് ഒരു ഹ്യൂമൻ ബീങ് ആവണം തന്നെയല്ല, എന്തും ആവാം ക്യാരക്ടർ. സോ അതുപോലത്തെ ഇപ്പൊ വേറെ കാർ ഇങ്ങനെ റോഡിൽ കൂടെ പോകണമല്ലോ, നമ്മളൊരു കാർ ഗെയിം ആണ് എടുക്കണമെങ്കിൽ അതും AI തന്നെയാണ്. അപ്പൊ അതും അങ്ങനത്തെ AI സംഭവം സിസ്റ്റംസ് എല്ലാം പ്ലഗിൻസും കാര്യങ്ങളോട് ഓൾറെഡി അൺറിയൽ എഞ്ചിന്റെ അത് ഡിഫൈൻഡ് ആണ്. സോ ഇത് നേരത്തെ ഒന്നും ഇല്ലായിരുന്നു, ബട്ട് ഇപ്പോൾ ഒരുപാട് ടെക്നോളജീസ് അപ്ഡേറ്റ് ആവുന്നുണ്ട്. ലൈക്ക് ഗെയിം ഡെവലപ്മെന്റ് കുറച്ചുകൂടി ഈസി ആയി മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം AI ഒക്കെ വന്നതോടുകൂടി പല കോഡും ഇപ്പം AI കറക്റ്റ് ആയിട്ട് തരുന്നുണ്ട്, ഫുൾ ഇരുന്ന് സ്ക്രാച്ചിൽ നിന്ന് കോഡ് ചെയ്യണ്ട. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയി മാറുകയാണ് ഗെയിം ഡെവലപ്മെന്റ് എന്ന ഏരിയ. അതുകൊണ്ടാണ് ഭയങ്കര ഗ്രോത്തും ഉണ്ടാവുന്നത് ഒരു ഏരിയയിൽ. കാരണം നമുക്ക് ഈസി ആകുമ്പോൾ ടൈം ഒരുപാട് കുറയും. 5-6 വർഷം എടുക്കേണ്ട ഒരു സ്ഥലത്ത് 2-3 വർഷം കൊണ്ട് ചിലപ്പോൾ ഒരു ഗെയിം ബിൽഡ് ചെയ്ത് തീർക്കാൻ പറ്റിയെന്ന് വരാം. So yeah, technology is definitely advancing. So yeah. So a question, ഇതൊരു വന്ന എല്ലാ ക്വസ്റ്റ്യൻസിനെ ആൻസർ ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. Yeah, can you name some communities where I can find some help and creators? Yeah. First of all, ഞാൻ പറയും Muplay അല്ലെങ്കിൽ Mulearn, ഇറ്റ്സ് ബെസ്റ്റ് കമ്മ്യൂണിറ്റി. പിന്നെ GGJയുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, അവരുടെ വെബ്സൈറ്റിൽ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അതിൽ നിന്ന് ജോയിൻ ആവാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് അവർ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് അവരുടെ ഓരോ ഇവന്റ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യും. അവർ ഓരോ ഓൺലൈൻ പരിപാടീസും വെബിനാർസും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരാറുണ്ട്, കമ്മ്യൂണിറ്റി മീറ്റപ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ ചോദിക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി ഇപ്പൊ എന്റെ കമ്പനിയിൽ തന്നെ ലൈക്ക് ഇങ്ങനെ കമ്പനീസ് എല്ലാവരും കൂടെ ഉള്ളൊരു അസോസിയേഷൻ ഉണ്ട്. ലൈക്ക് എല്ലാ ഗെയിം ഡെവലപ്മെന്റ് കമ്പനീസും എസ്പെഷ്യലി ഇൻ കേരള ഉള്ളൊരു അസോസിയേഷൻ സായിക് എന്ന് പറയും, SAIK എന്ന് പറയും. സായിക് എന്നൊരു അസോസിയേഷൻ ഉണ്ട്. അപ്പോൾ അവരുടെ അണ്ടറിൽ വേറെ ഒരുപാട് ഇങ്ങനത്തെ ഗെയിം ഡെവലപ്മെന്റ് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, ഗെയിം കളിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, അവരുടെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. സോ അതെല്ലാം ലൈക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ബട്ട് ഞാൻ അധികം എൻകറേജ് ചെയ്യത്തില്ല. കാരണം ഡിസ്കോഡ് ബേസിക്കലി ജസ്റ്റ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരിച്ചിട്ട് പോകാനാണ്. അധികം ഗെയിം പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആൾക്കാർ അതുപോലത്തെ കമ്മ്യൂണിറ്റീസിൽ ഉണ്ടാവാറില്ല. കാരണം ബേസിക്കലി ഗെയിം ലൈക്ക് ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗെയിം കളിക്കുന്ന ആൾക്കാർ മാത്രം ഹാങ് ഔട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്കില്ല് ഷോക്കേസ് ചെയ്യാൻ ആൾക്കാരില്ലാത്തൊരു ഏരിയ ആയിപ്പോൾ. സോ ഡിസ്കോഡിനെ അധികം എൻകറേജ് ചെയ്യില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മ്യൂപ്ലേയുടെ കമ്മ്യൂണിറ്റി, GGJയുടെ കമ്മ്യൂണിറ്റി, ഗ്ലോബൽ ഗെയിം ജാമിന്റെ, പിന്നെ സായിക്കിന്റെ കമ്മ്യൂണിറ്റി, പിന്നെ AVGC XR എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ട്? AVGC XR ലൈക്ക് ആനിമേഷൻ, AR VR, കോമിക്സ്, ഗെയിം, അങ്ങനെ എക്സ്റ്റൻഡഡ് റിയാലിറ്റി, അതാണ് XR. അപ്പൊ AVGC XR എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ ഏരിയയിലുള്ള എല്ലാവരും വർക്ക് ചെയ്യുന്ന കമ്പനീസിന്റെ ഒരു അസോസിയേഷൻ ഉണ്ട്. അവർക്കും ഇതുപോലെ ഗ്രൂപ്പ്സും കാര്യങ്ങളും അവരുടെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. എന്തൊക്കെയാണ് ഇവിടെ സ്കോപ്പ്, എന്തൊക്കെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, എന്തൊക്കെ കമ്പനീസ് ഉണ്ട്, എവിടെയൊക്കെ നിങ്ങൾക്ക് പാർട്ടാവാം, എന്തൊക്കെ അപ്കമിങ് ഇവന്റ്സ് ഉണ്ട്. നമ്മളിപ്പോ മുമ്പ് പല ഇവന്റ്സ് ഇപ്പൊ GGJ ഒക്കെ ഫ്രീ ആയിരുന്നു. ഫ്രീ ഇവന്റ് മീൻസ് രജിസ്ട്രേഷൻ ഫീസ് ഒന്നും ഇല്ല. ജസ്റ്റ് ഒരു ലൈക്ക് ഫോം ഓർ സംതിങ് ഉണ്ടായിരുന്നു, രജിസ്റ്റർ ചെയ്യുക, ദെൻ യു ക്യാൻ കം ആൻഡ് ഷോക്കേസ് യുവർ സ്കിൽസ്. അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. പലതും പെയ്ഡ് ഇവന്റ്സ് അല്ല, പെയ്ഡ് ഇവന്റ്സും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. സോ ജസ്റ്റ് സെർച്ച് ചെയ്യുക, ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ ഏറ്റവും എളുപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കോളേജിൽ തന്നെ മ്യൂലേണും പിന്നെ ഉള്ളപ്പോ
ഞാൻ ലൈക്ക് വേറെ ഒരു കമ്മ്യൂണിറ്റി സജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. ഞാൻ അതിൽ നിന്നാണ് വന്നത്. സോ ഞാൻ അതായിരിക്കും ആദ്യം സജസ്റ്റ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉള്ളപ്പോൾ ഐ ഡോണ്ട് സജസ്റ്റ് എനി അതേഴ്സ്. ആൻഡ് മ്യൂലറിൽ നിങ്ങൾ പോകണമെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഫൈൻഡ് help from creators. There are lots of them. Muplay, especially in Muplay. So any more questions?